നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാനും മഹത്വാനായ ദൈവത്തെ പാടി സ്തുതിക്കുവാനും ഒക്കെ കർത്താവ് ഒരു നല്ല അവസരം നൽകി. കഴിഞ്ഞു പോയ ഒരാഴ്ച അവിടെ നിന്ന് നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. പുതിയൊരാഴ്ച നമുക്ക് ഗ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അനവധിയായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിലൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തി. കഴിഞ്ഞു പോയ കുറേ ആഴ്ചകൾ നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ച അതിൽ നിന്ന് മാറി അച്ഛൻ ഈ റീസെൻ്റായിട്ട് മാമോദീസയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനൊരു ചെറിയ മറുപടി പറയാനായിട്ടൊരു ഉൾപ്രേരണ ലഭിച്ചതുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ അങ്ങനെ സംസാരിക്കുകയായിരുന്നു. മാമോദീസ എന്ന് പറയുന്നത് പരിച്ഛേദനയുടെ നിഴലെന്നുള്ള നിലയിലാണ് അച്ഛൻ കഴിഞ്ഞൊരു വീഡിയോ മുഴുവനും പറഞ്ഞത്. അതിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. മാമോദീസയുടെ നിഴലല്ല പരിച്ഛേദന അഥവാ സർക്കംസിഷൻ, അത് മാമോദീസയുടെ നിഴലല്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മളതിൻ്റെ വിവിധ വശങ്ങൾ പറയുകയായിരുന്നു, വിവിധ വശങ്ങൾ. അപ്പം ആ മെസ്സേജൊക്കെ പിന്നീട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഒരുപറ്റം ആളുകളൊക്കെ അത് കേട്ടു. ആ സമയത്ത് ഒരു സഹോദരൻ അവിടെ ഒരു കമൻറ്റുമായിട്ട് വന്നു, വളരെ പോസിറ്റീവായിട്ടൊരു കമൻറ്റാണ്. അദ്ദേഹം അച്ഛനോടുള്ള ബന്ധത്തിലാണ് ചോദ്യം ചോദിച്ചത്. ചോദ്യം ഇങ്ങനെയാണ്: ഈ മാമോദീസയുടെ നിഴലാണ് പരിച്ഛേദനയെങ്കിൽ പരിച്ഛേദന ഏറ്റിട്ടുള്ള ആളുകൾ, അപ്പോസ്തലന്മാരൊക്കെ പരിച്ഛേദന ഏറ്റവരാ, അവരൊക്കെ എന്തിനാണ് മാമോദീസയേക്കാൻ പിന്നീട് പോയത്? ആദിമസഭയിൽ ക്രിസ്ത്യാനിത്വത്തിലേക്ക് തുടക്കത്തിൽ വന്നവരെല്ലാം യഹൂദ പശ്ചാത്തലത്തിലുള്ളവരാണ്. അവരെല്ലാം പരിച്ഛേദന ഏറ്റിട്ടുള്ള ആൾക്കാരാണ് യഹൂദ മാർഗത്തിൽ. അവരൊക്കെ പിന്നീട് എന്തിനാണ് മാമോദീസയ്ക്ക് വരുന്നത്? അവരെ മാമോദീസ മുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാമോദീസയുടെ നിഴൽ ഓൾറെഡി അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ വീണ്ടും അവരെ മാമോദീസ മുക്കിയെന്ന് ആ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതിൻ്റെ നിഴലാണതെങ്കിൽ പിന്നെ എന്തിനാണ് അവരെയും വീണ്ടും മാമോദീസ മുക്കിയത്? ഓൾറെഡി പരിച്ഛേദന ഏറ്റവരാണ്, വീണ്ടും അവരെന്തിന് മാമോദീസ മുക്കി എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം അച്ഛൻ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തോട്ടെ. അപ്പോൾ പരിച്ഛേദനയോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. പഴയ നിയമത്തിൽ പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രമാണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയുമായി ബന്ധപ്പെടുത്തിയാണ്. ഹൃദയ പരിച്ഛേദനയോടുള്ള ബന്ധത്തിലെ ഒരു സൂചന ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. അച്ഛനും ആ വാക്യമൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ട്, ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ. അപ്പം അവിടെ ഒരു വാഗ്ദത്തം പോലെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന നൽകുന്ന ആ ഒരു സമയം വരുന്നു എന്ന്. നിലവിൽ കൈകൊണ്ടാണല്ലോ പരിച്ഛേദന ഏൽക്കുന്നത്, ആ ഒരു കർമ്മത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ കൈകൊണ്ടല്ലാത്ത ഉയരത്തിൽ നിന്നൊരു പരിച്ഛേദന നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള രീതിയിൽ അവിടെ ഒരു വാഗ്ദത്തം പറയുന്നുണ്ട്. അപ്പോൾ ആ വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദന്മാരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ആ വാഗ്ദത്തം ആ നിലയിൽ പൂരിപ്പിക്കപ്പെട്ടിട്ടില്ല. അവരുടെ കല്ലായ ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാൽ യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വരുന്നുണ്ടല്ലോ. തുടക്ക സമയത്തൊക്കെ പലരും വന്നു, പിന്നീടും പലരും വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ഹൃദയ പരിച്ഛേദന ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ആ ഹൃദയ പരിച്ഛേദന ലഭിക്കുകയും അവരുടെ കല്ലായ ഹൃദയം നീക്കി ഒരു മാംസളമായ ഹൃദയം അവർക്ക് കൊടുക്കാനിടയായി. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം അതൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യം നമ്മൾ വായിച്ചിരുന്നു. അത് ഒന്നുകൂടി ഒന്ന് വായിക്കാം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. അവൻ മനുഷ്യരല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് എഴുന്നേൽപ്പിച്ച അപ്പസ്തോലന്മാർ, ആ അപ്പസ്തോലന്മാർ കാര്യഗൗരവമായി കാര്യങ്ങളെ പറഞ്ഞു തുടങ്ങിയ സമയം യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകളോട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് കൈകൊണ്ടുള്ള പരിച്ഛേദന ലഭിക്കപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് നിങ്ങളെ പുറമെ ആളുകൾ യഹൂദന്മാരെന്ന് വിളിക്കും. റോമ ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്ററുകളിലൊക്കെ നിങ്ങൾ യഹൂദന്മാർ തന്നെയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ യഹൂദയായിട്ട് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇസ്രായേലായിട്ട് നിങ്ങൾ മാറുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല,
അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ പുറമെ കൈകൊണ്ടുള്ള പരിച്ഛേദന ഏറ്റവനെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു യഹൂദൻ എന്നുള്ള നിലയിലോ ഒരു ഇസ്രായേലിൽ നിന്നുള്ള നിലയിലോ അല്ല പരിഗണിക്കുന്നത്. ആ ഉയർന്നൊരു പരിഗണനയിലേക്ക് വരണമെങ്കിൽ അവനൊരു ഹൃദയ പരിച്ഛേദന ലഭിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാക്യപ്രകാരം ഒരു കാര്യം പറയേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞില്ല, സമയക്കുറവുകൊണ്ടത് പറയാൻ സാധിച്ചില്ല. അതായത് യഹൂദനോട് പറയുകയാണ്, സർക്കംസിഷനൊക്കെ ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ പരിച്ഛേദന ഏറ്റിട്ടുള്ള അവരോട് പറയുകയാണ്, അതുകൊണ്ടൊന്നും നിന്നെ യഹൂദനായിട്ട് പരിഗണിക്കില്ലെന്ന്. യഹൂദനാകണമെങ്കിൽ നിനക്ക് ഹൃദയപരിച്ഛേദന ലഭിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ആ ഒരു വാക്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ക്രൈസ്തവ ലോകത്തോട് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ചുമ്മാ 56-ാം ദിവസം ഏതെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തലയിൽ വെള്ളം തളിച്ച് ക്രിസ്ത്യാനിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ദൈവസന്നിധിയിൽ വില പോവില്ല. അവരെയൊന്നും ക്രിസ്ത്യാനിയായിട്ട് കൗണ്ട് ചെയ്യില്ല. പുറമേ കുറച്ച് വെള്ളം തളിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയാകില്ല. പെന്തിക്കോസുകാരൻ മുതിർന്ന ഒരാളെ വെള്ളത്തിൽ ഇറക്കി നിർത്തിയിട്ട് അവനെ വെള്ളത്തിൽ മുക്കി പൊക്കിയെടുത്താലും ഓർത്തഡോക്സുകാരൻ വെള്ളം തലയിൽ തളിച്ചാലും ഒന്നും ക്രിസ്ത്യാനിയാകില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം, അവൻ്റെ ഹൃദയം ഉഴുതുമറിക്കപ്പെടണം, അവൻ്റെ ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് അകത്തു വരണം, അല്ലേ? അവൻ്റെ ഉള്ളിൽ വചനമാകുന്ന വിത്ത് വരണം. അങ്ങനെ ആ വിത്ത് അകത്തു വന്ന് ഒരു പുതുമനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഒരുവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത്. അവനെ ഒരു ദൈവ പൈതലെന്ന് വിളിക്കാം. പിന്നത്തേതിൽ പബ്ലിക് വിളിക്കും അവനൊരു ക്രിസ്ത്യാനിയാണെന്ന്. ദൈവസന്നിധിയിൽ നിന്നുള്ള വിളി എങ്ങനെയാണ് ലഭിക്കുന്നത്? അവനൊരു ദൈവ പൈതൽ എന്നുള്ള വിളി കിട്ടും. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ അവൻ ദൈവത്തിൻ്റെ വിശുദ്ധനാണ്. പിന്നത്തേതിൽ പബ്ലിക്ക് അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും. അതിന് കുഴപ്പമില്ല. ശരിയായ ക്രിസ്ത്യാനി, ശരിയായൊരു ദൈവ പൈതലിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. മാമോദീസ ഏറ്റതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ഒന്നും ഒരുത്തൻ ക്രിസ്ത്യാനിയാകുന്നില്ല. അതിൻ്റെ ആദ്യ പടി എന്നോണം അവൻ വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം മാമോദീസായിലല്ല. തറപ്പിച്ചു പറയുകയാണ്, വീണ്ടും ജനനം മാമോദീസായിലല്ല. വചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഉള്ളിൽ വന്ന് വീഴുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. അങ്ങനെയാണ് ഒരു പുതുമനുഷ്യൻ വരുന്നത്. പുതുമനുഷ്യൻ വന്നു കഴിയുമ്പോഴാണ് പഴയ മനുഷ്യനെ അടക്കുന്ന ശുശ്രൂഷയാണ് മാമോദീസ അഥവാ വിശ്വാസ സ്നാനം. പുതുമനുഷ്യനകത്ത് വന്നു കഴിഞ്ഞിട്ടാണ് പഴയ മനുഷ്യനെ അടക്കുന്നത്. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിന് സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട. പുതുമനുഷ്യൻ അകത്ത് വരണം. അകത്ത് വരുമ്പോഴാണല്ലോ പഴയ മനുഷ്യനെ കുറിച്ച് കൗണ്ട് ചെയ്യാൻ പറ്റൂ. അല്ലെ പിന്നെ പഴയ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? അവിടെ സ്വാഭാവിക മനുഷ്യൻ മാത്രമേ ഉള്ളൂ, നാച്ചുറൽ മാൻ മാത്രം. വീണ്ടും ജനനത്തിൽ അകത്ത് ഒരു പുതുമനുഷ്യൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പുറമെയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പഴയ മനുഷ്യൻ, രണ്ട് വാക്കുകൾ ഉപയോഗിക്കും, പുറമെയുള്ള മനുഷ്യനും പഴയ മനുഷ്യനും. ആ മനുഷ്യനെയാണ് അടക്കാൻ കൊണ്ടുപോകുന്നത്, ഫ്യൂണറൽ സർവീസിന് കൊണ്ടുപോകുന്നത്. ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ സർവീസാണ്, ആ കാര്യത്തിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരിക്കലും അതൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അതൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. മാമോദീസയുടെ നിഴലാണ് പരിച്ഛേദന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിച്ചു പോകാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. യോഹന്നാൻ 6:44 എഴുതിയിരിക്കുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അങ്ങനെ വന്നവനെ ഒടുക്കത്തെ നാളിൽ ഞാൻ ഉയർപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വരണം. ഇത് മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് വരിക ഒരു പള്ളിക്കകത്തേക്ക്. കുഞ്ഞെങ്ങും ആരുടെ ആകർഷണത്തിലൊന്നും വന്നതല്ല. അവിടെ ഒരു മതപരിവർത്തനമാണ് നടത്തുന്നത്. മതപരിവർത്തനം എന്ന് പറയാൻ പറ്റുമോ? എപ്പിസ്കോപ്പൽ സഭകളിലെ മാമോദീസ എന്ന് പറയുന്നത് നിർബന്ധിതമായി ഒരുവനെ ഒരു മതത്തിൽ ചേർക്കുകയാണ്, അവരുടെ മതത്തിൽ ചേർക്കുകയാണ്. സ്വതന്ത്രമായി ആ കുഞ്ഞിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, പരിച്ഛേദന ഏൽക്കുന്ന കുഞ്ഞിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ അതിൻ്റെ മാതാപിതാക്കൾ അതിനെ പരിച്ഛേദനയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് രക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് അബ്രഹാമിൻ്റെ കുലത്തിൽ, അബ്രഹാമിൻ്റെ അവകാശത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സഞ്ചരിക്കുന്ന കാര്യത്തിലാണ്. അത് രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ആ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ് ഇസ്രായേലിയരെല്ലാം പരിച്ഛേദനയേറ്റവരാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഇസ്രായേലിയരെല്ലാം പരിച്ഛേദനയേറ്റവരാണ്. 12 ഗോത്രക്കാരും പരിച്ഛേദനയേറ്റവരാണ്. ആ പരിച്ഛേദന ഏറ്റു എന്ന കാരണത്താൽ അവരുടെ നിത്യത ഉറപ്പൊന്നുമുള്ള കാര്യമല്ല. പരിച്ഛേദനയേറ്റ യഹൂദന്മാരെല്ലാം യാഗം കഴിക്കണം ദൈവസന്നിധിയിൽ.
അതാണ് 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. യാഗം കഴിച്ച് എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിനെന്ന് പറയുന്നത്. അവർക്ക് കൊടുത്തിട്ടുള്ള പ്രമാണത്തിൽ യാഗങ്ങളുണ്ട്. അവരുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ യാഗങ്ങൾ വെച്ചിട്ടുണ്ട്. ആ യാഗങ്ങളും കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കണം. പരിച്ഛേദന ഏറ്റു എന്ന ഒറ്റ കാരണത്താലല്ല രക്ഷ ലഭിക്കുന്നത്. അത് ഒരു ഉടമ്പടി ബന്ധം മാത്രം. അത് കഴിഞ്ഞ് ദൈവം കൊടുത്തിട്ടുള്ള പ്രമാണം അനുസരിച്ച് ആ പ്രമാണപ്രകാരം ജീവിക്കുകയും അവരുടെ ജീവിതത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ള യാഗങ്ങളെല്ലാം അനുഷ്ഠിക്കണം. അതുപോലൊരു സമൂഹം എന്ന നിലയിൽ അവർക്ക് വർഷാന്തര യാഗമുണ്ട്, പ്രായശ്ചിത്ത യാഗം. ആ യാഗത്തോടൊക്കെയുള്ള ബന്ധത്തിൽ അതിന് കടന്നു വരികയും ആ യാഗത്തിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത് യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ബാധ്യതയാണ്. അപ്പോൾ യാഗങ്ങളും കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതെല്ലാം പാലിച്ച് മുൻപോട്ട് പോകണം. എങ്കിലാണ് രക്ഷയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ. ഈ പുതിയ നിയമത്തിൽ പറയുന്ന പോലത്തെ ഇത്ര വലിയ രക്ഷയെന്നൊന്നും ഈ പ്രഷ്യസ് സാൽവേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പദമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ റോമലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നല്ല ഒലിവിനെ നമുക്ക് കാണാൻ കഴിയും. ആ നല്ല ഒലിവിലേക്ക് നമ്മെ ഒട്ടിച്ചു ചേർക്കുന്ന കാര്യമാണ് അവിടെ കാണുന്നത്. വിജാതീയരായ നമ്മെ, കാട്ടൊലിവുകളായ നമ്മെ നല്ല ഒലിവിലേക്ക് ഒട്ടിച്ചു ചേർക്കുന്ന കാര്യം. അതായത് ദൈവത്തിൻ്റെ രക്ഷേണ്യ പദ്ധതിയിലേക്ക് യഹൂദനെ ഒട്ടിച്ചു ചേർത്തു, അതുപോലെ നമ്മെയും ഒട്ടിച്ചു ചേർക്കുന്ന കാര്യമാണ് പറയുന്നത്. യഹൂദനെ അവിടേക്ക് ഒട്ടിച്ചു ചേർത്തെങ്കിലും അവനെ ഒടിച്ചു കളഞ്ഞെന്നാണ് വായിക്കുന്നത്. യഹൂദനെ അതിലേക്ക് ഒട്ടിച്ചു ചേർത്തെങ്കിലും അവനെ ഒടിച്ചു കളഞ്ഞു, സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ കാട്ടൊലിവായ നമ്മെയും ഒടിച്ചു കളയാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷേണ്യ പദ്ധതിയിലേക്ക്, ആ വീണ്ടെടുപ്പിൻ പ്രോഗ്രാമിലേക്ക് മനസാക്ഷി യുവക്കാരെ അതിലേക്ക് കൊണ്ടുവരുന്നു, ന്യായപ്രമാണ യുവക്കാരെ അതിലേക്ക് കൊണ്ടുവരുന്നു, ഈ കാലഘട്ടത്തിലെ സഭായുവക്കാരായ നമ്മയും അതിലേക്ക് കൊണ്ടുവരുന്നു. ഓരോരോ യുഗങ്ങളിൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ അതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിലെ വീണ്ടെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അന്ന് അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുന്ന കാര്യം അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് യാഗങ്ങളും കർമ്മങ്ങളും കൊടുത്തു. അതായത് ന്യായപ്രമാണ പ്രകാരമുള്ള വീണ്ടെടുപ്പിൻ പ്രക്രിയകൾ, ആടിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഇന്ന് വിശ്വാസത്താലുള്ള നീതീകരണവും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പും ഈ പുതിയ നിയമ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണല്ലോ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. യഹൂദനെ സംബന്ധിച്ച് പരിച്ഛേദന ഏറ്റു എന്ന ഒറ്റ കാരണത്താൽ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ള പ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. പാപം ചെയ്താൽ പാപത്തിനുള്ള പ്രക്രിയകളുണ്ട് അവിടെ. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അങ്ങനെയാണ് അവർ മുൻപോട്ട് പോകുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാമോദീസയുടെ നിഴലാണ് പരിച്ഛേദനയെന്ന് നമുക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വചനത്തിലൂടെ തെളിയിച്ചു. അത് സ്ഥാപിക്കാനായിട്ടുള്ള വൃഥാ പരിശ്രമം നടത്തുന്നത് കൊലേസ് ലേഖനത്തിലെ വാക്യം മുൻനിർത്തിക്കൊണ്ടാണ്. കൊലേസ് ലേഖനത്തിൽ പറയുന്ന ആ 2 വാക്യങ്ങൾ, 2:11-12 വാക്യങ്ങൾ. എനിവേ ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാമോദീസയുടെ അല്ലെങ്കിൽ സ്നാനത്തിൻ്റെ നിഴലല്ല പരിച്ഛേദന എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞ് അതിന് മുൻപുള്ള ആഴ്ചയിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ ഒരു പൂർത്തീകരണം അന്ന് നടത്താൻ കഴിഞ്ഞില്ല. ആ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്പസമയം എടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിന് ആ ആഴ്ചയിൽ നമ്മൾ കാണിച്ച അച്ഛൻ്റെ വീഡിയോ, ആ വീഡിയോയുടെ തുടക്കത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് വന്നു. അവർ വന്നിട്ട് യേശുക്രിസ്തു അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതെല്ലാം മറിച്ച് കളഞ്ഞു, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഞങ്ങളുടേതാണ് എല്ലാം എന്ന് പറഞ്ഞ് അവരും രംഗത്ത് വന്നു എന്ന കാര്യം കേട്ടതുകൊണ്ടാണ് അച്ഛൻ്റെ ആ വീഡിയോയിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ അച്ഛൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാനായിട്ടൊരു സാഹചര്യം വരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നീട് ഈ മാമോദീസയുടെ അതിൻ്റെ ഫൈനലായിട്ട് കൺക്ലൂഷൻ മെസ്സേജാണ് അച്ഛൻ്റെ. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ്. 1-2 ഭാഗം ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരാം. സഭയിൽ ഉണ്ടായിരുന്ന രീതിയാണ്, അതാണ് അപ്പോസ്തോലിക സഭകൾ പിന്തുടരുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓർത്തഡോക്സ് സഭയിൽ സ്വീകരിക്കുന്ന സ്നാനത്തെ പറ്റിയാണ്. അത് മുതിർന്നവർ വരുമ്പോൾ അവർക്ക് മുതിർന്നവരുടെ സ്നാനം കൊടുക്കുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ശിശുസ്നാനം നൽകുന്നു. ഈ മാമോദീസ എന്ന് പറയുന്ന ഈ കൂദാശ എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്നുകൂടെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തുകൊണ്ട് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാമോദീസ
സാക്രമെന്റ്, ഇതൊരു സാക്രമെന്റ് ആണ്, ഒരു കൂദാശയാണ്. അതിന് വളരെയധികം ഒരുങ്ങേണ്ടതുണ്ട്. മാമോദീസ മുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ തലേ ദിവസം വൈകിട്ട് വിളിച്ച് പറഞ്ഞ അച്ഛാ നാളെ എൻ്റെ കുഞ്ഞിനെ മുക്കണമെന്നൊന്നും പറഞ്ഞാലൊന്നും അങ്ങനെ മാമോദീസ മുക്കാൻ പറ്റുകയില്ല. മാമോദീസായും വിശുദ്ധ കുർബാനയുമാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന കൂദാശ. അതിനുശേഷമാണ് ബാക്കി കൂദാശകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ആദ്യ നൂറ്റാണ്ട് മുതൽ, ആദിമസഭ മുതൽ സഭയിൽ ഉണ്ടായിരുന്ന രണ്ട് കൂദാശകൾ, ഒന്ന് മാമോദീസായും രണ്ട് വിശുദ്ധ കുർബാനയുമാണ്. അപ്പോൾ ഈ മാമോദീസായിക്ക് വേണ്ടി അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കണം. മാമോദീസായിക്ക് അത്രയും പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ആ മാമോദീസ എന്ന് പറയുന്ന കർമ്മം അത് ഏറ്റവും അർത്ഥവത്തായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കും. അത് മാമോദീസ മുക്കുന്നയാളും മാമോദീസായിക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ കുടുംബവും ആ കുഞ്ഞിനെയും ആ രീതിയിൽ ഒരുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കുക. അതാരൊക്കെയാണ്? തലത്തൊടുന്നയാളും അതുപോലെ കുഞ്ഞിന്റെ മാതാവും പിതാവും വിശുദ്ധ കുർബാന അനുഭവിക്കണം. അതാണ് ഒരു കാര്യം. രണ്ട്, മാമോദീസായിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ വിവരം അച്ഛന്മാരോട് പറയുമ്പോൾ തന്നെ അവരോട് ചോദിക്കണം, അച്ഛാ എന്തൊക്കെയാണ് ഞങ്ങൾ കരുതേണ്ടത്, എന്തൊക്കെ വേണം എന്ന് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു വലിയ തുണി, അത് പണ്ട് കാലങ്ങളിലൊക്കെ നേരിതെന്ന് പറയുന്ന സാധനമായിരുന്നു, കവണി, അത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ ബാത്ത് ടവലുകൾ കിട്ടും, വലിയ ബാത്ത് ടവൽ, അത് വെള്ള കളറിലുള്ള വെള്ള നിറത്തിലുള്ള ബാത്ത് ടവലുകൾ. അത് വലുപ്പമുള്ളത്, അല്ലാതെ തീരെ കുഞ്ഞതല്ല, നല്ല വലിപ്പമുള്ള ഏറ്റവും മാക്സിമം സൈസിലുള്ള ബാത്ത് ടവലുകൾ. അതാകുമ്പം വെള്ളം തുടയ്ക്കാനും ഒക്കെ കുറെ കൂടെ സൗകര്യമുണ്ട്. അത് കരുതുന്നതല്ല. ഒന്നോ രണ്ടോ ബാത്ത് ടവലുകൾ അതിനുവേണ്ടി വെള്ള നിറത്തിലുള്ളത് കരുതണം. അതുപോലെ തന്നെ രാവിലെ തന്നെ വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിച്ചായിരിക്കണം മാമോദീസായിക്ക് സംബന്ധിക്കേണ്ടത്. അല്ല മാമോദീസായിക്ക് വേണ്ടി മാത്രം ഓടി വരിക അല്ല ചെയ്യുന്നത്. ഇന്ന് മാമോദീസ എന്ന് പറയുന്നത് ഒരു സാക്രമെന്റ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു സെലിബ്രേഷനാണ്. മാമോദീസ സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷൻ എന്ന് പറയുന്നത് സാക്രമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സാക്രമെന്റിലാണ് അതിന്റെ സെലിബ്രേഷൻ നടക്കുന്നത്, അല്ലാതെ സാക്രമെന്റിന് പുറത്ത് ഉള്ള സെലിബ്രേഷൻ അല്ല. ഇന്ന് നടക്കുന്നത് ആദ്യമേ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ സെന്ററോ ഹോളോ ഒക്കെ ബുക്ക് ചെയ്ത് വെച്ച് അവിടെ എല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഗംഭീരമാക്കി അവിടെ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കാമോ അതെല്ലാം കാണിക്കുന്നത്. ഇതാണ് മാമോദീസ എന്ന് അവർ വിചാരിച്ചത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഓർത്തഡോക്സ് സഭയിലേക്ക് ഒരു കുഞ്ഞിനെ ചേർക്കുവാനാണ് മാമോദീസ കൊടുക്കുന്നത്. മാമോദീസ വിശുദ്ധമായൊരു കൂദാശയാണെന്നുള്ളതാണ് പറയുന്നത്. ആ കാര്യമാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. അച്ഛൻ പറഞ്ഞത് ഓർത്തഡോക്സ് സമൂഹത്തിലേക്ക് ഒരു കുഞ്ഞിനെ ചേർക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ പെന്തക്കോസ്റ്റ് സമൂഹത്തിലേക്കും അവരുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളെയും ചേർക്കാനായിട്ട് 10 വയസ്സ് 12 വയസ്സ് 15 വയസ്സിലൊക്കെ അവിടെയും കുഞ്ഞുങ്ങളെ ചേർക്കാറുണ്ട്. അത് പെന്തക്കോസ്റ്റ് മതത്തിലേക്ക് ചേർക്കാനാണ്. ഇത് ഓർത്തഡോക്സ് മതത്തിലേക്ക് ചേർക്കുന്ന കാര്യമാണ് അച്ഛൻ വിശദീകരിച്ചത്. ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അദ്ദേഹം അവരുടെ സമൂഹത്തിൽ ഒരാളെ ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും പാസ്റ്റർമാർ നിന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ, ഒരാളെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നീട് സമയം പോലെ ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ അയാളെ മാനസാന്തരപ്പെടുത്താമല്ലോ എന്ന് ഏതെങ്കിലും പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരെയും കുറിച്ച് എനിക്കറിയാം. അവരുടെ ധാരണയും പഠനവും അങ്ങനെയാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് മതത്തിൽ ചേർക്കാനുള്ള കാര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അവകാശമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ക്രിസ്തീയ സഭയുടെ ഭാഗമാകുന്ന കാര്യമാണ്. ക്രിസ്തീയ സഭയുടെ ഭാഗമാകുന്ന കാര്യം അപ്പോസ്തലന്മാരാൽ നയിക്കപ്പെട്ട ആദിമസഭ ചെയ്തതും അനുവർത്തിച്ചതുമായ കാര്യത്തിൻ്റെ പിന്തുടർച്ച എങ്ങനെയെന്നുള്ളതാണ് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒത്തിരി ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട നിലയിൽ പിന്നത്തേതിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് അവിടെ പോയി അത് കേൾക്കാവുന്നതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാമോദീസയ്ക്ക് വളരെയധികം ഒരുങ്ങേണ്ടതുണ്ടെന്ന്. മാമോദീസയ്ക്ക് വളരെയധികം ഒരുങ്ങേണ്ടതുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, അല്ലേ? മാമോദീസയ്ക്ക് വളരെയധികം ഒരുങ്ങേണ്ടതുണ്ടെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ അവിടെ വേണേൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. എന്തിനാ?
ആരോടായി ഒരുങ്ങണമെന്ന് പറഞ്ഞത്? അപ്പനോടും അമ്മയോടായിരിക്കുമല്ലേ? അതേ കുഞ്ഞിനോടാണോ പറഞ്ഞത്? ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ സമൂഹത്തിലെ ആളുകൾക്ക് നിശ്ചയമായും ദേഷ്യം വരും, പരിഹാസമായിട്ട് തോന്നും. പരിഹസിക്കുന്നതല്ല എന്ന് ഒരു മനുഷ്യൻ പറയില്ല. പക്ഷെ നമ്മളൊരു സഹതാപത്തിൽ നിന്നുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാക്കിയത്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് ഉണ്ടാക്കാതെ തരവില്ലാതെ പോയി. മാമോദീസയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ അച്ഛൻ വേറെ ഒരു വൈരുദ്ധ്യം പറയുന്നുണ്ട്. വൈരുദ്ധ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു വൈരുദ്ധ്യം വരുന്നുണ്ട്. ഇവിടെ ഒരുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയപ്പന്മാരും തലത്തൊടുന്നയാളും അങ്ങനെയുള്ള ആളുകളാണ് ഒരുങ്ങണ കാര്യം പറഞ്ഞത്. അവരൊരുങ്ങിക്കൊണ്ട് വരണം. അവരൊരുങ്ങിക്കൊണ്ട് വന്നാൽ അത് കുഞ്ഞിന് പ്രയോജനമാണെന്നുള്ളത് അല്ലെങ്കിൽ അനുഗ്രഹമാണെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതിനോടനുബന്ധിച്ച് അടുത്ത അച്ഛൻ പറയുന്നത് കുടുംബവും ഒരുങ്ങണം, കുഞ്ഞിനെയും ഒരുക്കണമെന്ന്. കുഞ്ഞിനെ എങ്ങനെയാണ് ഒരുക്കുന്നത്? കുഞ്ഞിനെ നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ട് വരുന്ന കാര്യം പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മണവാട്ടിയെ ഒരുക്കിക്കൊണ്ട് വരുന്നു, മണവാളൻ ഒരുങ്ങി വരുന്നു, അങ്ങനെയൊക്കെ പറയാം. ഈ കൊച്ചു കുഞ്ഞിനെ മാമോദീസയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഒരുക്കിക്കൊണ്ട് വരണമെന്ന് വെച്ചാൽ മാതാപിതാക്കൾ അവരുടെ മതപരമായ കാര്യങ്ങൾ, അവരുടെ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ പാലിച്ചുകൊണ്ട് ഇപ്പം നോമ്പ് നോക്കേണ്ടതാണെങ്കിൽ നോമ്പ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരാം. വന്ന് കുർബാന കൈക്കൊള്ളുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാതാപിതാക്കൾ നിർബന്ധമായി കുമ്പസാരിക്കണം. അതുപോലെ കുമ്പസാരിച്ചിട്ട് അവർ കുർബാന കൈക്കൊള്ളണം. മാതാപിതാക്കൾ മാത്രമല്ല, മറ്റേയാൾ തലത്തൊടാൻ വന്ന് നിൽക്കുന്നയാൾ, അദ്ദേഹം ഈ പ്രക്രിയകളിലൂടെയൊക്കെ കടന്നു പോകണം. എന്നിട്ട് വേണം ഈ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് തുടർച്ചയിൽ പിന്നെ പറയുന്നത് ഇങ്ങനെ മാമോദീസ കഴിഞ്ഞ് ഈ കുഞ്ഞിനെ വെള്ള തുണിയിൽ സ്വീകരിക്കണമെന്നുള്ളതാണ്. വെള്ള തുണിയിൽ. നേരത്തെ കൊറോണ സമയത്തൊരു ഒരു പെന്തക്കോസ് പാസ്റ്റർ പറഞ്ഞു, മാസ്ക് വെച്ച് വരുന്നവരെല്ലാം വെളുത്ത മാസ്ക് വെച്ചുകൊണ്ട് വരണം, തോന്നുന്ന മാസ്കൊക്കെ വെച്ച് ഞായറാഴ്ചയും കൂടെ വന്നേക്കരുതെന്ന്. ഉള്ള ഓർത്തഡോക്സുകാരെല്ലാം പുള്ളിയെ ട്രോളി കൊല്ലാക്കൊല കൊന്നു. ഇയാളൊരു മാസ്ക് വെക്കാൻ പോലും സമ്മതിക്കില്ലേ? മാസ്കിൽ പോലും അയക്ക് വെള്ള കൊണ്ടുവരണമല്ലോ, എന്തൊരു നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ ഈ കുഞ്ഞിനെ മാമോദീസ മുക്കിയിട്ട് ഒരു ആഷ് കളറുള്ളതോ ഒരു ബ്രൗൺ കളറുള്ളതായ ഒരു ടൗലിൽ പൊതിഞ്ഞ് മേടിക്കുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്തെന്ന് ഓർത്തൊന്നും മാമോദീസയ്ക്ക് ഇളക്കം തട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ വെളുത്ത തുണി കൊണ്ടുവരണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പെന്തിക്കോസുകാരുമായി ബന്ധപ്പെട്ടൊരു വിഷയമായി വെളുപ്പൊക്കെ. അവരെ സംബന്ധിച്ച് കറുത്ത കുപ്പായവും ചുവന്ന കുപ്പായവും ഒക്കെയാണ് അവർ സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത്. വെണ്മ എന്ന് പറയുന്നത് ഒരു ശുഭ്രതയെ കാണിക്കുന്നു. അതൊരു വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നം പോലെയാണ് പൊതുവെ കരുതുന്നത്. അതൊക്കെ വെച്ചിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അത് ഒരു സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. ഞാനതിനെ പരിഹസിച്ചതല്ല. പെന്തക്കോസുകാരൻ പറയുമ്പോൾ അവനെ കല്ലേറ് കിട്ടുന്നു. ഓർത്തഡോക്സിലെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല. അതൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൈമറി ആയിട്ടൊന്ന് പറഞ്ഞതാണ്. അച്ഛൻ്റെ ആ വീഡിയോയുടെ പ്രൈമറിയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന് മാമോദീസ എന്ന് പറയുന്നത് ഒരു സാക്രമെന്റ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു സെലിബ്രേഷനാണ്. മാമോദീസ സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷൻ എന്ന് പറയുന്നത് സാക്രമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സാക്രമെന്റിലാണ് അതിന്റെ സെലിബ്രേഷൻ നടക്കുന്നത്. അല്ലാതെ സാക്രമെന്റിന് പുറത്ത് ഉള്ള സെലിബ്രേഷൻ അല്ല. ഇന്ന് നടക്കുന്നത് ആദ്യമേ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷൻ സെന്ററോ ഹോളോ ഒക്കെ ബുക്ക് ചെയ്ത് വെച്ച് അവിടെ എല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഗംഭീരമാക്കി അവിടെ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കാമോ അതെല്ലാം കാണിക്കുന്നത്. ഇതാണ് മാമോദീസ എന്ന് അവർ വിചാരിച്ചത്. എല്ലാവർക്കും നല്ലൊരു ഊണ് കൊടുക്കുക, ലഞ്ചോ ഡിന്നറോ ഒക്കെ അറേഞ്ച് ചെയ്യുക, കുറെ അധികം പരിപാടികൾ അവതരിപ്പിക്കുക, ഇതൊക്കെയാണ് മാമോദീസയോട് അനുബന്ധിച്ച് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. മാമോദീസ നടത്തിയാൽ അതിൽ സംബന്ധിക്കുന്നവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നതൊക്കെ തെറ്റാണെന്നുള്ള രീതിയിലല്ല ഞാനീ പറയുന്നത്. ആവശ്യമില്ലാത്ത ഒത്തിരി അനുബന്ധങ്ങൾ, അപ്പൻഡിക്സുകൾ ഇതിനോട് ചേർക്കേണ്ട കാര്യമില്ല. മാമോദീസ എന്ന് പറയുന്ന ഒരു വിശുദ്ധമായ കൂദാശയാണ്. ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കൂദാശയാണ്. ഒരു കുഞ്ഞിനെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർത്ത് ഒട്ടിക്കുന്ന ഒരു വലിയ കർമ്മമാണ്. അതുകൊണ്ട് ആ സീരിയസ്നെസ് അതിന് കൊടുക്കണം. മാമോദീസ വെക്കുമ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ സമർപ്പിക്കുകയാണ്. ആ കുഞ്ഞിന് അന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാമോ? ഈ ഭാഗത്ത് അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇന്ന് എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽ വിശേഷിച്ച് അവരുടെ ആ ഒരു സമൂഹത്തിലും മാമോദീസ എന്ന് പറയുന്നത് വലിയൊരു സെലിബ്രേഷൻ ആണെന്ന്. ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടു, അന്തം വിട്ടുപോയി.
അതായത് സിനിമാ ഷൂട്ടിങ്ങിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത്. കുടിച്ച് കൂത്താടുകയാണ് ആളുകൾ. മാമൂദീസ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ABCD ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷമല്ലേ ഓർത്തഡോക്സിലെ അച്ഛന്മാർ വൗ ചാനലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വീഡിയോ ഒക്കെ പറഞ്ഞു തുടങ്ങിയത്. ഇത് എന്നാ ഈ പറഞ്ഞു തുടങ്ങിയത്? ഈ അടുത്ത കാലത്തല്ലേ വീഡിയോ പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് പല അച്ഛന്മാരുടെ വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ അച്ഛൻ മാത്രമല്ല, പല അച്ഛന്മാരുടെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, ഇപ്പോൾ അവൈലബിൾ ആണ്. അവരുടേതായ രീതിയിൽ ആ കാര്യങ്ങൾ അവർ പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു 10 വർഷം പിന്നിലോ ഒരു 25 വർഷം പിന്നിലോ ഈ ആളുകളെല്ലാം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് ഇങ്ങനെ മാമോദീസ മുക്കിയിട്ട് തിരിച്ചുപോയി അവിടെ ശാപ്പാടും അതിനോടനുബന്ധിച്ചുള്ള പാനോപചാരങ്ങളും എന്തെല്ലാം മേളങ്ങളാ. സ്നാനം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആഴവും അതിൻ്റെ അർത്ഥവും സ്നാനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ന്യായവിധിയുമായി ബന്ധപ്പെട്ട ആഴമേറിയ കാര്യങ്ങളുണ്ട്. മാമോദീസായുടെ അഥവാ സ്നാനത്തിൻ്റെ മുൻകുറി എന്ന് പറയുന്ന 2 പ്രധാന കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഒന്ന്, നോഹയുടെ കാലത്ത് അല്പജനം എന്ന് വെച്ചാൽ 8 പേര് പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ട കാര്യം. 8 പേര് പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ട കാര്യം. അവിടെ ഒരു ന്യായവിധിയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം, ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ചെങ്കടലിൽ ഫറവോയെയും സൈന്യത്തെയും ന്യായം വിധിക്കുകയാണ്. രണ്ടാമത്തെ മുൻകുറിയിൽ ഒരു ന്യായവിധിയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കാൽവറിയിൽ ഗെഥസമനയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് വരുന്ന നമ്മുടെ കർത്താവ് ആ ഗോൽഗോഥായിൽ ഒരു മരക്കുരിശിൽ യാഗമായി തീരുകയാണ്, പരമയാഗമായി തീരുകയാണ്. അവിടെ ശരിക്കും ഒരു ന്യായവിധിയാണ് സംഭവിച്ചത്. ഗെഥസമനയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് എങ്ങനെയാണ് വരുന്നത്? പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ പാപത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി കാൽവറിയിൽ നിവർത്തിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കോപാഗ്നി അവിടെ വരികയായിരുന്നു. അത് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ചേർത്ത് വെച്ച് പഠിച്ചാലാണ് ഒരാൾക്ക് മനസ്സിലാകുകയുള്ളൂ, അതിൻ്റെ ഡെപ്ത് മനസ്സിലാകുകയുള്ളൂ. ചുമ്മാ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടില്ല. അപ്പോൾ അത്ര സീരിയസ് ആയ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ന്യായവിധിയാണ് അവിടെ സംഭവിക്കുന്നത്. നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിൻ്റെ അപ്പർ ഡെക്കിൽ നിന്ന് നോക്കുന്ന ഒരാൾ കാണുന്ന കാഴ്ച എന്തായിരിക്കും? ന്യായവിധി കഴിഞ്ഞു കിടക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇനി ഇസ്രായേൽ ചെങ്കടലിലൂടെ മറുകര കടന്നിട്ട് മറുകര നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഭയാനകമായ ന്യായവിധി തന്നെയാണ്. ഒരുവൻ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുക്കിലേക്ക് അഥവാ ക്രൂശിങ്കിലേക്ക്, അങ്ങനെയാണ് പഠിക്കേണ്ടത്, ക്രൂശിങ്കിലേക്ക് വരികയാണ്. പിതാവ് ആകർഷിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് പാപബോധം കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണ് തുറക്കുകയാണ്. ആ തുറവിയിൽ അവൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കത്തുന്ന യാഗപീഠമാണ്. ആ യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഉയരത്തിലെ തീ വന്നു വീഴുകയാണ്. ബലിപീഠത്തിലേക്ക് ഉയരത്തിലെ തീ വന്നു വീഴുകയാണ്. ഭയാനകമായൊരു ന്യായവിധിയാണ് അവിടെ സംഭവിക്കുന്നത്. ഭയാനകമായൊരു ന്യായവിധി. ആ കാഴ്ചയാണ് അടുത്തത് കാണാനുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവന് പാപബോധം കൊടുത്ത് ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന ആ കാഴ്ചയാണ് ഈ ന്യായവിധി, അല്ലേ? ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അടുത്തപടി അവൻ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന കാര്യമാണ് പറയുന്നത്. നോഹയുടെ കാലത്ത് അവരും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കാണുന്ന കാഴ്ച, ഇസ്രായേലും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ചെങ്കടലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവരും കാണുന്ന കാഴ്ച, അതുപോലെ രക്ഷാനുഭവത്തിലേക്ക് വന്ന നമ്മൾ സ്നാനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി കാര്യങ്ങളെ ഒന്നുകൂടെ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഞാൻ അനുഭവിക്കേണ്ട ആ ശിക്ഷാവിധി എനിക്ക് പകരമായിട്ട് മറ്റൊരുവൻ അനുഭവിച്ചിരിക്കുന്നു. അത് എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവാണ് ആ ശിക്ഷാവിധി സ്വയം ഏറ്റുവാങ്ങിയത്. മനസ്സോടെ അവൻ ആ ശിക്ഷാവിധി ഏറ്റുവാങ്ങി എനിക്ക് പകരക്കാരനായ ശിക്ഷ അനുഭവിച്ചു. ആ കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കാണണം. ആ കാഴ്ച ഞാൻ എൻ്റെ ആത്മകണ്ണുകൊണ്ട് കാണുകയും ആ കാര്യങ്ങളെ ഗ്രഹിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത് ആ ദൈവസ്നേഹത്തിൻ്റെ സ്പർശനത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്ന വ്യക്തിയാണ് മാമോദീസായ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത്. അതല്ലേ അതിൻ്റെ തത്വം? അതാണ് അതിൻ്റെ തത്വം. അതിന് പകരമായി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അവരുടെ ഇടയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാതെ അവർ ആ ഒരു ചടങ്ങ് പൂർത്തീകരിച്ചിട്ട്, അതവർക്കൊരു ചടങ്ങാണ്, കൗദാശികമായ ഒരു ചടങ്ങ്, ആ ചടങ്ങ് പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ട് കൂടുതൽ സമയം എടുക്കുന്നത് ശാപ്പാടടിക്കാനും പിന്നെ ഞാൻ പറഞ്ഞ മറ്റ് കലാപരിപാടികൾക്കൊക്കെയാണ്.
അത് വലിയ സെലിബ്രേഷനാണ്. ഇന്നലെ വൈകിട്ട് ഓർത്തഡോക്സ് സമൂഹത്തിലുള്ള എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ മാമോദീസയാണ്, അടുത്ത മാസം ഇത്രാം തീയതിയാണ്. നീ കാലേ കൂട്ടി വന്നിരിക്കണം. പുള്ളി അറിയുന്നുണ്ടോ ഞാനിവിടെ ഓർത്തഡോക്സ് അച്ഛന്മാരോട് മാമോദീസയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിരുദ്ധനാന്നുള്ളത്? അവർക്കൊന്നും മനസ്സിലാകില്ല നമ്മൾ പറഞ്ഞാലും. ബധിരകർണങ്ങൾ എന്ന് പറഞ്ഞതുപോലെയാണ്. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത ഒരു സമൂഹം. ആത്മീയ സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവർ ചെവി പൊത്തും. എൻ്റെ കസിൻ സിസ്റ്റേഴ്സായ പലരുമുണ്ട്, ഓർത്തഡോക്സുകാരാ. എന്തെങ്കിലും ഒരു ആത്മീയ കാര്യം പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ കൈ പൊത്തും, അല്ലല്ലോ അപ്പോൾ ചെവി പൊത്തും. ഒന്നും കേൾക്കണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒന്നും കേൾക്കണ്ടെന്ന് ചെയ്തു കൂട്ടുന്നതല്ല. എന്താ ചിന്തയില്ലാത്ത സമൂഹം. അവിടെ അച്ഛന്മാരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പിന്തുടരുന്നു. അതല്ലാതെ അവർക്ക് സ്വയമായി ചിന്തിക്കാനുള്ള ശേഷിയില്ല. സ്വയമായി ചിന്തിച്ച് വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്ന പ്രമാണം വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ അവർക്ക് സാധിക്കുമെങ്കിൽ 10 മിനിറ്റ് അവിടെ ഒന്നും നിൽക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നിൽക്കാൻ കഴിയും അവിടെ? വ്യർത്ഥമായ ഈ പാരമ്പര്യങ്ങൾ, വ്യർത്ഥമായ ഈ ചടങ്ങുകൾ, ഇതെങ്ങനെ തുടരാൻ കഴിയും? നമ്മൾ സ്നാനത്തോടുള്ള ബന്ധത്തിൽ എന്താ കാണുന്നത്? സ്നാനക്കുളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പുനരുദ്ധാന ശക്തിയാലാണ്. അടുത്ത ചുവടുവെപ്പുകൾ എന്ന് പറയുന്നത് എങ്ങനെയാ? ജീവന്റെ പുതുക്കത്തിലാണ് നടക്കുന്നത്. അവൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി. ഞാൻ മാമോദീസ ഏറ്റയാളാ. ഏതാ 2-ാം മാസത്തിലെ കാര്യമല്ല, പിന്നത്തേതിൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാമോദീസയ്ക്ക് ഇറങ്ങി തിരിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തതും ശരിയായതുമായ മാനസാന്തരം. മറ്റേ മാമോദീസയെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. വെള്ളം തെളിച്ചായിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് ഒരു ആത്മീയ ചൈതന്യമോ ആത്മീയമായ ഒരു മുന്നേറ്റമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതിന് ശേഷം നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു പോയി എന്ന് മാത്രം. അതേസമയം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് ആ സ്നാനക്കുളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നത്തേതിൽ ജീവന്റെ പുതുക്കത്തിലുള്ളൊരു നടപ്പായിരുന്നു. അനുദിനം പുതുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ നവീകരണ ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം അനുദിനം പുതുക്കത്തിൻ്റെ അനുഭവങ്ങളാണ്. ഓരോ ദിവസവും എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്നറിയാവോ? ഇന്നലെ സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത്. ഇന്നലെ സംഭവിച്ചതുപോലെ. ഇന്നലെ ആ മാമോദീസായിക്ക് പോയതായിട്ടാണ് എൻ്റെ മുമ്പിൽ ഒരു പിക്ചർ വരുന്നത്. ഇന്നലെ സംഭവിച്ചതുപോലെ വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ ഇന്നും പരിശുദ്ധാത്മാവ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നടത്തുന്നു. അതിൻ്റെ കാരണം എന്നാ? പരിശുദ്ധാത്മാവ് അകത്ത് വന്നു. അപ്പോൾ അന്ന് പണ്ട് എൻ്റെ അമ്മയപ്പന്മാരെന്നെ മതത്തിൽ ചേർക്കാൻ കൊണ്ടുപോയ സമയത്ത് പരിശുദ്ധ റൂഹായെ ലഭിച്ചെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ റൂഹ എൻ്റെ ജീവിതത്തിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല? യാതൊരു ചലനവും എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചില്ലല്ലോ. ശേഷം മനുഷ്യരെ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഒക്കെ ജീവിക്കുന്ന പോലെയാണ് ഞാൻ ജീവിച്ചത്. മറ്റ് മതസ്ഥരായ മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ ജീവിച്ചതുപോലെ തന്നെ എല്ലാ നിലയിലും ജീവിച്ചു. പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു സ്പർശനമോ നൽവരങ്ങളോ ഒന്നുമില്ല. എന്നാൽ എനിക്ക് കാര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞതിന് ശേഷം ക്രിസ്തു എൻ്റെ രക്ഷിതാവായി തീർന്നു. ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കർത്താവായിട്ട് അംഗീകരിച്ചു. അവിടെ മുതൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും എനിക്ക് പറയാൻ കഴിയും, ഇതാണ് സത്യമാർഗമെന്ന്. ഇതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ഇതാണ് അപ്പോസ്തോലിക വഴി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് പല കുറവുകളും ഉണ്ടെങ്കിലും ഞങ്ങൾ പറയുന്നത് യഥാർത്ഥ അപ്പോസ്തോലിക പിന്തുടർച്ചാവകാശികൾ ഞങ്ങൾ മാത്രമാണ്. അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ മറ്റു വലിയ സമൂഹങ്ങൾക്ക് സാധിക്കില്ലെന്നറിയാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വചനപ്രകാരം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിന്റെ ഒരു പൂർത്തീകരണം പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. മാമോദീസായിൽ ഒരു കുഞ്ഞിന് ധാരാളം സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അദൃശ്യമായ ഒത്തിരിയേറെ കൃപകൾ ആ കുഞ്ഞിന് അന്ന് കിട്ടുന്നുണ്ട്. അത് മറന്നു പോകരുത്. അന്ന് കിട്ടുന്ന പുത്തൻ ഉടുപ്പുകളോ അല്ലെങ്കിൽ കുറെ സ്വർണ്ണ ആഭരണങ്ങളോ മറ്റേതെങ്കിലും ഗിഫ്റ്റുകളോ ഒന്നുമല്ല പ്രധാനം. മാമോദീസായിൽ അന്ന് കിട്ടുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിന് പിന്നെ ജീവിതത്തിൽ കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ
ഒരു കുഞ്ഞിന് ലഭിക്കുന്നത് മാമോദീസയിലാണ്. ഏറ്റവും വലിയ ഹെവൻലി ഗിഫ്റ്റുകൾ കിട്ടുന്നത് മാമോദീസ. ഇത് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. മാമോദീസ വെക്കാൻ വരുമ്പോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മാമോദീസ മുങ്ങുന്ന ദിവസം. കാരണം അന്ന് അവൻ സർവശക്തനായ ദൈവത്തോട്, ക്രിസ്തുവിനോട് ചേരുന്ന ദിവസമാണ്. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ കുഞ്ഞിന് അന്ന് എന്തെല്ലാം ഗിഫ്റ്റുകളാ കിട്ടുന്ന അറിയാമോ? ഒന്ന്, ആ കുഞ്ഞിന് അന്ന് നിത്യജീവൻ കൊടുക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യൂഹാനോൻ, കുറിയാക്കോസ്, അന്ന, മറിയാം ഒക്കെ മാമോദീസ മുങ്ങുമ്പോൾ ഈ നിത്യജീവനായി മുദ്ര കുത്തപ്പെടുന്നു എന്നാ പറയുന്നത്. ഇറ്റേണൽ ലൈഫ് എന്ന് കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും വലിയ വരദാനം അതാണ്. ഹി ബിക്കംസ് ആൻ ഇൻഹെറിറ്റർ ഓഫ് ദി ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫിനുള്ള വലിയൊരു ഭാഗ്യം കിട്ടുകയാണ്. നിത്യജീവൻ കിട്ടുന്നു. രണ്ട്, ആ കുഞ്ഞിനന്ന് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ഹോളി സ്പിരിറ്റിനെ കിട്ടുന്ന ദിവസമാണെന്ന്. എന്തൊരു വലിയ ഭാഗ്യമാണെന്ന് ഓർത്തു നോക്കി. രണ്ടാമത്തെ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. മൂന്നാമത്, ഈ കുഞ്ഞിനന്ന് വീണ്ടും ജനനം ലഭിക്കുന്നു. ബോണഗെയിൻ എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ കുഞ്ഞ് പിന്നെ ബോണഗെയിൻ എന്ന് പറഞ്ഞപ്പോ കുറെ പേര് വീണ്ടും പോയി മുങ്ങിയേച്ച് ബോണഗെയിൻ എന്ന് പറയുന്നു. ബോൺ അഗെയിൻ എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ബർത്ത് ഫ്രം എബവ്. ഭൂമിയിൽ ജനിച്ചു. ഭൂമിയിൽ ജനിക്കുന്ന ദിവസത്തിന് നമ്മൾ ബർത്ത്ഡേ എന്നാ പറയുന്നത്. ഇന്നെല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കുന്ന ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചോളൂ, നല്ല കാര്യമാണ്. പക്ഷേ ഭൂമിയിലേക്ക് ജനിക്കുന്ന ദിവസമാണ് ബർത്ത്ഡേ. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ് മാമോദീസയുടെ ദിവസം. അതുകൊണ്ട് ബാപ്റ്റിസ്മൽ ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണം. പേരൻസ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ മാമോദീസ മുങ്ങിയ ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ജനിച്ച ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഭൂമിയിലേക്ക് വന്ന ദിവസം, ആ ദിവസം നിങ്ങൾ മരിക്കുന്നതോടെ അതിന്റെ റെലവൻസ് കഴിഞ്ഞു. പിന്നെ എങ്ങും ആരും ജനനത്തീയതി ചോദിക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ ആരും ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കാറില്ല. കാരണം അത് വേറെ ഒന്നും ആവശ്യമില്ല. അന്ന് മരണത്തോടെ നിങ്ങളുടെ ജനനത്തീയതി തീർന്നു. എന്നാൽ മരണത്തിന് അപ്പുറത്തും ആവശ്യമുള്ള കാര്യമാണ് കർത്താവിനുള്ള ജനനം. അതാണ് മാമോദീസയിൽ നടക്കുന്നത്. അതുകൊണ്ട് ബർത്ത് ഫ്രം എബവ്, അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാമോദീസ മുക്കുന്ന ദിവസം വളരെ പ്രധാനമാണ്. അത് ആ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കണം. ദിസ് ഈസ് ദ ഡേ വെൻ യു ബിക്കെയിം പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. നീ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി മാറിയത് ഈ ദിവസമാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ മാതാപിതാക്കളോട് ചോദിച്ചാൽ പോലും അവരെന്നാ മാമോദീസ മുങ്ങിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് മാറണം. മാമോദീസ മുങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഡേറ്റ് ഓർമ്മയിൽ വെക്കുക വളരെ പ്രധാനമാണ്. അപ്പോ ബർത്ത് ഫ്രം എബവ്, വീണ്ടും ജനനം സംഭവിക്കുന്നു. പിന്നീട് ഈ കുഞ്ഞിന് അന്ന് സഭയുടെ മെമ്പർഷിപ്പ് കിട്ടുകയാണ്. ഈ കർത്താവിന്റെ ശരീരമായ, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ ശരീരത്തോട് ചേർത്ത് ഒട്ടിക്കുകയാണ്. ഗ്രാഫ്റ്റ്. ദിസ് ഈസ് എ ഗ്രാഫ്റ്റിംഗ്. ഈ കർത്താവിന്റെ ശരീരത്തോട് ചേർത്ത് ഒട്ടിക്കുകയാണ്. ഗ്രാഫ്റ്റിംഗ് ടു ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സഭയാണ്. സഭയുടെ മെമ്പർഷിപ്പ് എന്ന് കിട്ടുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ സഭയിൽ ഔദ്യോഗികമായിട്ട് ആ കുഞ്ഞിന് മെമ്പർഷിപ്പ് കിട്ടുന്നത് മാമോദീസയുടെ ദിവസമാണ്. അപ്പം he becomes a member of the church. Officially she becomes a member of the church. കൂടാതെ ഈ കുഞ്ഞിന് അന്നാണ് ആദ്യമായിട്ട് കർത്താവിന്റെ ശരീരവും രക്തവും അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. സഭയോട് ചേർന്ന് കഴിയുമ്പോൾ, മാമോദീസയിലൂടെ ക്രിസ്തു ശരീരത്തോട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ, ക്രിസ്തു ശരീരത്തോട് ഒട്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ എന്തു കൊടുക്കുന്നു? കർത്താവിന്റെ ശരീരവും രക്തവും കൊടുക്കുന്നു. വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള ഭാഗ്യം അത് കിട്ടുകയാണ്. മാമോദീസയോട് ചേർന്ന് അതിന്റെ അന്ത്യത്തിൽ കുഞ്ഞിന് കർത്താവിന്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാന നൽകുന്നു എന്നുള്ളതാണ്. വീണ്ടും ഈ കുഞ്ഞിന്റെ ഒരു ഓർഡിനേഷനിലൂടെയാണ് നടക്കുന്നത്. അതൊരു പട്ടം കൊടയൂടാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കുഞ്ഞിനെ ഈ അഭിഷേക തൈലം കൊണ്ട് പൂശുമ്പോൾ പറയുന്ന അതാണ്,
പൂശിക പാവനൻ അഹറോനെ പൂശിയതുപോലെ തന്നെ ആ പൗരോഹിത്യത്തിന്റെ താല്പര്യം കൂടെയാണ് ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. പൂശുന്നിപ്പോൾ പാവനനാവാൻ. ഈ ശിശുവിനെ പൂശുന്ന ആരുടെ ആരെ പൂശിയതിന്റെ ഓർമ്മയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ദൈവം ചൊന്നാൻ അഹറോനെ പൂശുക പാവനനാവാൻ പാവന തൈലത്താൽ. അപ്പോ വിശുദ്ധ മൂറോൻ പൂശിയ ഒരു കുഞ്ഞിനെ സഭയുടെ മെമ്പറാക്കി പരിശുദ്ധാത്മാവിന്റെ ദാനം കൊടുത്തെടുക്കുമ്പോൾ അവന് പൗരോഹിത്യ നൽവരം കൂടെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലിഹ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും, യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത്. യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മാമോദീസ മുങ്ങുന്ന ഒരാൾ എന്തായി മാറുന്നു? ഒരു രാജകീയ പുരോഹിതനായി മാറും, റോയൽ പ്രീസ്റ്റായിട്ട് മാറും. അപ്പോൾ മാമോദീസയിൽ വെച്ച് അവന് കിട്ടുന്ന എന്താണ്? പൗരോഹിത്യത്തിന് നൽവരം കൂടാണ്. സഭയിൽ പൗരോഹിത്യത്തിന് പല ഓർഡറുകളുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും താഴത്തെ ഓർഡറാണ് ഒൽമോയോ എന്ന പട്ടം. അതൊരു പട്ടമാണ്, ഒൽമോയോ. അതാണ് ഈ അൽമായക്കാരെന്ന് പറയുന്നത്. ഒൽമോയ പട്ടമാണ് എന്നാലും കൊടുക്കുന്നത്. ഒരു അൽമായനായിട്ട് സഭയിലെ ഒരു മെമ്പറായി അൽമായ പട്ടം കൂടെ അന്ന് കിട്ടാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞിന് എണ്ണമില്ലാത്ത സ്വർഗീയ കൃപകളും ദാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുകയാണ്. ഇത് മറക്കരുത്. ഇത് മറന്നേച്ചാണ് ഈ സെലിബ്രേഷൻ എല്ലാവരും പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നടക്കുന്ന സെലിബ്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ പള്ളിക്കകത്ത് നടക്കുന്ന സെലിബ്രേഷൻ വലിയ ഗിഫ്റ്റുകളാണ് ആ കുഞ്ഞിന് ആ സമയത്ത് കിട്ടുന്നത്. അത് മനസ്സിലാക്കി, അതിന്റെ ഗൗരവം മനസ്സിലാക്കി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാമോദിസ മുങ്ങുന്ന കുഞ്ഞിന് ഞാൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കണം. 1, ഈ കുഞ്ഞ് മാമോദിസ മുങ്ങിയ തീയതി കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. 2, ഈ മാമോദിസ മുങ്ങിയപ്പോൾ അവന് വേണ്ടി തല തൊട്ടത് ആരാണെന്ന്, ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ ആരാണെന്ന് ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ ഗോഡ് ഫാദറിന് വലിയ ചുമതലകളുണ്ട്. ഗോഡ് ഫാദർ ആ കുഞ്ഞിന്റെ ആത്മീകമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ചുമതലയാണത്. എവിടെയെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് പിടിച്ചോണ്ട് വന്ന് ഒരു തലതൊട്ടപ്പൻ ആക്കുന്ന രീതി കൊള്ളുകയില്ല. വിശ്വാസത്തിൽ തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള ഒരാളായിരിക്കണം എന്ന് മാത്രമല്ല, ഈ കുഞ്ഞിന്റെ ആത്മീക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാളായി. പ്രത്യേകിച്ചൊന്നും പണ്ടൊക്കെ വല്യപ്പച്ചന്മാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാനായിട്ട്, ആ കുഞ്ഞിനെ പ്രാർത്ഥന പഠിപ്പിക്കാനും സുഹൃത അഭ്യാസങ്ങളിൽ അവനെ വളർത്തിയെടുക്കുവാനും പ്രാപ്തിയുള്ള, അതിന് കഴിവുള്ള ഒരാളായിരിക്കും ആ ചുമതല. അപ്പോ തല തൊടുന്ന ആള് ആരാണ്? ഈ കുഞ്ഞിന്റെ ഗോഡ് ഫാദർ ആരാണ്? ഈ ഗോഡ് ഫാദർ ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നതിനെ ചോദിച്ചാൽ, ഈ കുഞ്ഞിന്റെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വേളകളിലും ഈ തലതൊട്ടപ്പന് ഒരു വലിയ സ്ഥാനമുണ്ട്. അത് കുഞ്ഞിനെ മാമോദിസ മുക്കുമ്പോഴും, അതിനെ അക്ഷരം അഭ്യസിപ്പിക്കുമ്പോഴും, അതിനെ കല്യാണത്തിന് വിടുമ്പോഴും ഒക്കെ ഈ തലതൊട്ടപ്പന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പൊ തലതൊട്ടപ്പൻ ആരാന്ന് പറഞ്ഞു കൊടുത്തിരിക്കണം. 3, ഈ കുഞ്ഞിനെ മാമോദിസ മുക്കുന്ന വൈദികൻ ആരാണ്? ആരാണ് നിന്നെ മാമോദിസ മുക്കിയത് എന്നുള്ളത് ആ വൈദികന്റെ പേരും കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് മാമോദിസ മുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് ലാഘവത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിനുവേണ്ടി നല്ലതുപോലെ ഒരുങ്ങണം. ഒരു 2 ആഴ്ചയെങ്കിലും അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തി വേണ്ട എല്ലാ ആത്മീക കാര്യങ്ങളും അടുപ്പിച്ചിട്ട് വേണം മാമോദിസയ്ക്കായിട്ട് കൊണ്ടുവരാനായിട്ട്. അല്ലാതെ ഓടിപ്പിടിപ്പിനെ ഇങ്ങോട്ട് വന്നിട്ട് മാമോദിസ നോക്കുന്ന രീതി കൊള്ളുകയില്ല. അതിന് തുടക്കത്തിൽ അച്ഛൻ പറഞ്ഞത്, ഈ മാമോദിസയുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇന്നിന്ന കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന്. ആ ലഭിക്കുന്ന ഒരു 5-6 കൂട്ടം കാര്യങ്ങളുണ്ട്. അതൊന്ന് ഓടിച്ചു പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് തുടക്കത്തിൽ പറഞ്ഞത്, മാമോദിസ മുങ്ങുന്ന കുഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാനാണ് മാമോദിസ മുങ്ങുന്നത്. മലയാളക്കരയിൽ ഇവർ കുഞ്ഞുങ്ങളെ ഒന്നും മാമോദിസ മുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഈ കിഴക്കൻ ഓർത്തഡോക്സ് സഭകൾ, റഷ്യൻ ഓർത്തഡോക്സ് സഭകൾ അവരൊക്കെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ മുക്കും. യൂറോപ്പിലും അങ്ങനെ മുക്കുന്ന കാഴ്ചയുണ്ട്. അതിന് ചില വീഡിയോസ് ഉണ്ട്. സമയം പോയതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് കാണിക്കുന്നില്ല. യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ കാണേണ്ടവർ അവിടെ കാണാം.
അല്ല, നിങ്ങൾ പലർക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓർത്തഡോക്സിലെ ഒരു പുരോഹിതൻ ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുന്നത് പല രാജ്യങ്ങളുണ്ടല്ലോ, പല രാജ്യത്തും പല രീതിയിലാണ്. ചില രാജ്യത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ വെള്ളം തളിക്കും, ചില ദേശത്ത് ശരീരം മുഴുവനും വെള്ളം ഇങ്ങനെ പുരട്ടിയെടുക്കും, ചിലയിടത്ത് മുക്കി പൊക്കിയെടുക്കും. ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഒരു ഓർത്തഡോക്സ് അച്ഛൻ റഷ്യയിലാണ് കുഞ്ഞിനെ വെള്ളത്തിൽ അതിനെ മുക്കി കൊല്ലാൻ തുടങ്ങുന്ന പോലെയാണ് കാണിക്കുന്നത്. അവസാനം അതിൻ്റെ അമ്മ ചാടിക്കേറി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങുകയാണ്. അങ്ങനെ അത് രക്ഷപ്പെട്ടു. ഓരോ രാജ്യത്ത് നമ്മൾ നോക്കുമ്പോൾ ഓരോ രീതിയിലാണ്. അപ്പോൾ പലതരം പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നൊരു വലിയ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. ഇതുവരെ ആരും എനിക്കൊരു മറുപടി തന്നിട്ടില്ല. അപ്പോസ്തോലിക സഭകൾ എന്നൊക്കെ പറയുന്നവർ ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിലാണെങ്കിൽ എല്ലാവർക്കും ഒരു ബോധ്യമല്ലേ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്? മലയാളക്കരയിലേക്ക് വരുമ്പോൾ എങ്ങനെയാ? നമ്മൾ കണ്ടതല്ലേ ഇടയ്ക്കൊരു ഒരു ഒരു മാമോദീസ, അച്ഛൻ ആ മാമോദീസ തൊട്ടിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കയ്യിൽ വെള്ളമെടുത്ത് അതിൻ്റെ തലയിലൂടെ ഇങ്ങനെ ഒഴിച്ച് ശരീരത്തിലെ പല ഭാഗത്തുമൊക്കെ ആ വെള്ളം അങ്ങനെ തളിച്ച്, അങ്ങനെയാണ് മലങ്കരയിലെ സുറിയാനി സഭക്കാർ മാമോദീസ കൈകാര്യം ചെയ്യുന്നത്. ഇവരെല്ലാം ആഗോള ഓർത്തഡോക്സിൻ്റെ ഭാഗമല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഓർത്തഡോക്സൊക്കെ അവിടെ ഈ കുഞ്ഞിനെ തലകീഴായി മുക്കുന്നവരുണ്ട്. അതായത് തലകീഴായി ഒന്ന് മുക്കും, പിന്നെ ബാക്കി കാലും കൊണ്ട് തിരിച്ചു മുക്കും. അങ്ങനെ മുക്കുന്ന രാജ്യങ്ങളുണ്ട്. റുമേനിയയിൽ, ജോർജിയയിൽ, ഗ്രീസിൽ, ഇങ്ങനെ ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. ചിലർ ഈ മാമോദീസ തൊട്ടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ടിട്ട് കുഞ്ഞിൻ്റെ മേൽ വെള്ളം തളിക്കും. വേറെ ഒരു രാജ്യത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടത്, അച്ഛൻ ആ കുഞ്ഞിനെ മാമോദീസ തൊട്ടിയിലേക്ക് അതിൻ്റെ കാല് കൊണ്ടുവന്ന് മുട്ടിക്കും. ഉള്ളംകാല് മാമോദീസ തൊട്ടിയിലെ വെള്ളത്തിൽ മുട്ടിയപ്പോൾ കുഞ്ഞ് മാമോദീസ ഏറ്റു എന്നുള്ളതാണ് ആ രാജ്യക്കാരുടെ പഠിപ്പീര്. പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ പഠിപ്പീരുകൾ വരുമോ? അതായത് ഇത് അടിസ്ഥാന വിഷയമാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ നിലയിൽ പറയും, അല്ലേ? പല കാര്യങ്ങളും അങ്ങനെ വ്യത്യസ്തമായിട്ട് പറയും. അത് എല്ലാ ഡിനോമിനേഷനിൽ പെട്ട ആളുകളും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയും. ഇതങ്ങനെയല്ലോ. ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വ്യത്യാസം പറയാനിരിക്കുന്നത്. നിങ്ങൾ ശിശുസ്നാനമാണ് ഹോൾഡ് ചെയ്യുന്നത്, ഓക്കെ, സമ്മതിച്ചു. ആ കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ശിശുസ്നാനം തന്നെ ഇങ്ങനെ ഒരു 100,000 മാറിപ്പോകുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ ഇടയിലേക്ക് നോക്കുക. സ്നാനപ്പെടാൻ വരുന്ന ആളുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 പ്രാവശ്യം പിടിച്ച് മുക്കുന്നില്ല, ഒരു തവണയാണ് അടക്കുന്നത്. ഇതൊരു ഫ്യൂണറൽ സർവീസാണ്. നോക്കുക, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ഉപദേശ വിഷയം കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യത്യസ്തത. ഒരു തവണ ആ വ്യക്തിയെ വെള്ളത്തിൽ മുക്കുന്നു. വെള്ളത്തിൽ മുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ അടക്കം ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ പുനരുദ്ധാന ശക്തിയിൽ ആ ആൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെയാണ് നമ്മൾ പ്രതീകാത്മകമായി ചിന്തിക്കുന്നത്. ആ വ്യക്തി ആ സ്നാനക്കുളത്തിൽ നിന്ന്, ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? പുനരുദ്ധാന ശക്തിയാലാണ്, ഉയർപ്പിൻ ശക്തിയാലാണ് പുറത്തേക്ക് വരുന്നത്. ഇത് നിങ്ങൾ ഒരു തവണ മുക്കി കഴിഞ്ഞിട്ട് പുനരുദ്ധാന ശക്തി അവിടെ വരാൻ പറ്റില്ല. കാരണം ഇനി നിങ്ങൾക്ക് ഒന്നോടെ മുക്കാനുണ്ട്. അതും കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നോടെ 3ാമത് മുക്കാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പിതാവിൻ്റെ നാമത്തിൽ, പുത്രൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ 3 മുക്കാനായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവുമോ? ഈ വചനം ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് സുബോധമുള്ള ഒരാൾക്ക് കഴിയുമോ? നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു. കാരണം എന്താ? വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. വചനത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ വെളിപ്പാടുകൾ, അതിൻ്റെ പ്രകാശനം വേണ്ട രീതിയിൽ ലഭിച്ചില്ല. അന്ധകാലത്ത് ലഭിച്ചത് ഇന്നകാലത്ത് തലമുറയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. എനിവേ, കുഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കുകയോ പിന്നെ അങ്ങനെ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരികയോ ക്രിസ്തുവിനെ കൈക്കൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ പറയുകയാണ് കുഞ്ഞ് ക്രിസ്തുവിനോട് ചേരുകയാണെന്ന്. അതൊരു വാദഗതിയാണ്, നമ്മുടേതായ ഒരു വാദഗതിയാണ്, മതപരമായ ഒരു വാദഗതിയാണ്. അതിപ്പോൾ ആർക്കും ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. വേദപുസ്തകത്തിൻ്റെ തത്വം അനുസരിച്ച്, ക്രിസ്തീയ വിശ്വാസങ്ങളനുസരിച്ച് അത് നിലനിൽക്കുന്ന ഒരാശയമല്ല ഈ പറഞ്ഞത് കുഞ്ഞ് മാമോദീസായിൽ ക്രിസ്തുവിനോട് ചേരുകയാണെന്നുള്ളത്. വാസ്തവമായൊരു വ്യക്തി ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചാൽ കറക്റ്റാണ് ആ പറയുന്ന കാര്യം. ക്രിസ്തുവിനോട് തന്നെയാണ് ചേരുന്നത്. കാരണം എന്താ? രക്ഷിച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ട് രക്ഷിച്ചവനോട് ചേരുകയാണ്. ആ രക്ഷ അനുഭവിച്ചല്ലോ, രക്ഷ അനുഭവിച്ച വ്യക്തി രക്ഷിച്ചവനോട് ചേരുകയാണ്. ആ രക്ഷിച്ചവനെ ധരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ പറയാം. അടുത്തൊരു കാര്യം പറയുന്നത്,
ഈ മാമോദീസായിൽ കുഞ്ഞിന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിത്യജീവൻ ലഭിക്കുന്നു. അതായത് ഈ മാമോദീസ തൊട്ടിയിൽ പുരോഹിതൻ കുഞ്ഞിനെ കരത്തിലെടുത്ത് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഉയരത്തിൽ നിന്ന് കുഞ്ഞിനെ ജനിപ്പിക്കുന്നുണ്ട്. കരങ്ങളൊക്കെ ഇങ്ങനെ കൈകളിങ്ങനെ വറപ്പിച്ച് കുഞ്ഞിൻ്റെ മേൽ പരിശുദ്ധാരൂപിയെ കുഞ്ഞിൻ്റെ മേൽ പകരുന്ന ഒരു നിമിഷം. അതിനുശേഷം കുഞ്ഞിൻ്റെ മേൽ അഭിഷേക തൈലം അഥവാ മൂറോൻ പൂശുന്നുണ്ടല്ലോ. മൂറോൻ പൂശുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉയരത്തിൽ നിന്നുള്ളൊരു ജനനം നടക്കുന്നു. അച്ഛൻ പറഞ്ഞതിൽ വളരെ കൃത്യമായൊരു ആശയം പറയുന്നുണ്ട്. സ്വാഭാവികമായി നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചല്ലോ, അതുപോലെ തന്നെ ഉയരത്തിൽ നിന്നൊരു ജനനം ആവശ്യമുണ്ടെന്ന്. അത് വാസ്തവമാണ്. ഉയരത്തിൽ നിന്നൊരു ജനനം വേണം. അത് ഇങ്ങനെയല്ല. വചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അതിങ്ങനെയല്ലെന്ന്. അതിന് തെളിവായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത് ലേഖനത്തിൽ പറയുന്നു, സുവിശേഷത്താലാണ് വീണ്ടും ജനിക്കുന്നത്. അത് ഉയരത്തിലുള്ള ജനനമാണ്. അപ്പോൾ പിന്നെ യാക്കോബിന് ലേഖനത്തിൽ പറയുന്ന പോലെ സത്യത്തിൻ്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്രോസ് പറയുമ്പോൾ കെടുന്ന ബീജത്താൽ അല്ല, കെടാത്ത ബീജത്താൽ. ആ ബീജഭാഗത്ത് വരണം. അങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജനനം. അതൊന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല, അല്ലേ? അതൊന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. അടുത്തത്, ഈ ഒരു പ്രക്രിയയോടുകൂടി കുഞ്ഞിന് സഭയുടെ മെമ്പർഷിപ്പ് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിനകത്ത് ഒരു തർക്കവുമില്ല കേട്ടോ. യാതൊരു തർക്കവുമില്ല, വാദവുമില്ല, ഒന്നുമില്ല. 5-6 കൂട്ടം കാര്യം പറഞ്ഞതിൽ യാതൊരു തെറ്റും പറയാനില്ലാത്ത വളരെ കൃത്യതയാർന്ന ഒരു നിരീക്ഷണം അതാണ്. മാമോദീസായിൽ അതാത് സമൂഹത്തിൻ്റെ മെമ്പർഷിപ്പിലേക്ക് കുഞ്ഞിനെ ചേർക്കുകയാണ്. അതിൻ്റെ ഒരു മെമ്പറായി തീരുകയാണ്. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നോളും. അതിനൊന്നും കുഴപ്പമില്ല. അതിന് വേദപുസ്തകത്തിൻ്റെ തത്വമൊന്നും ആവശ്യമില്ല. അത് അതാത് സമൂഹത്തിൻ്റെ തത്വമായിട്ട് കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, അന്ന് കുഞ്ഞിന് ശരീരവും രക്തവും കൊടുക്കുന്നു. അതായത് കുർബാന കൊടുക്കുന്ന കാര്യമായി പറയുന്നത്. ഇത് 56 ദിവസം പ്രായമുള്ള കുഞ്ഞ്, ഇവർ കുർബാന എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ ബലിമരണവുമായി ബന്ധപ്പെട്ടല്ലേ പറയുന്നത്. അതെന്തെന്ന് പോലും ഗ്രഹിക്കാത്ത ആ ഒരു കുഞ്ഞിന് ഇതെങ്ങനെ കൊടുക്കും? അത് കൊടുക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളില്ലേ? ഇപ്പം നിങ്ങളുടെ കുർബാന ഞങ്ങളൊരു വാദത്തിന് സമ്മതിക്കുക, വാദത്തിന് നിങ്ങളത് കൊണ്ടുപോയി ക്ലബ് ചെയ്യുന്നത് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലാണെന്നൊക്കെ അറിയാം. പൗലോസ് പറയുന്ന പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിങ്ങളും പറയും. അവിടെ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ 30, 31, 32 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ സംഭവത്തിലേക്ക് കൈനീട്ടാൻ. ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കുർബാനയാണെങ്കിൽ അതിലേക്ക് കൈനീട്ടാനാണെങ്കിൽ ഈ വാക്യം കളയാൻ പറ്റുമോ? ഓരോരുത്തൻ ശോധന ചെയ്തിട്ട് വേണം അതിലേക്ക് കൈനീട്ടാനെന്ന്. ഈ കുഞ്ഞ് എവിടെയിട്ട് ശോധന ചെയ്യാനാ? അപ്പം ഇതൊന്നും പ്രായോഗികമല്ല. ഇതെല്ലാം മതപരമായ ഓരോ തട്ടിക്കൂട്ട് ഇടപാടുകൾ. ഇതൊന്നും അപ്പോസ്തോലികമല്ല. നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഈ ഗീബൽസ് പറഞ്ഞതുപോലെ ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാവുമെന്ന് പറഞ്ഞതുപോലെ ഏതാണ്ട് 1000-ലധികം കൊല്ലങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഒരു വ്യാജത്തെ നമ്മൾ എന്ത് ചെയ്തു? പെയിൻ്റ് അടിച്ച് അതിനെ ഒരു സത്യമാക്കി മാറ്റി. അതാണ് സത്യം. തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ ഇതിലൂടെ കുഞ്ഞിന് നിത്യജീവൻ ലഭിക്കുന്നു എന്ന്. ഈ 56-ാം ദിവസത്തെ മാമോദീസായിൽ കുഞ്ഞിന് നിത്യജീവൻ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാമോദീസയ്ക്ക് തൊട്ട് മുമ്പുള്ള ആ 56 ദിവസം കുഞ്ഞിന് നിത്യജീവൻ ലഭിച്ചിട്ടില്ലല്ലോ. നിത്യജീവൻ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വ്യൂ അനുസരിച്ചാണ് പറയുന്നത്. ഈ 56 ദിവസവും കുഞ്ഞിന് നിത്യജീവൻ ലഭിച്ചിട്ടില്ല. കാരണം മാമോദീസായിലാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ചോദ്യം വരുന്നത്, മാമോദീസയ്ക്ക് മുമ്പ് നിങ്ങളുടെ ഇടയിൽ നിന്നൊരു കുഞ്ഞ് മരിച്ചു പോയാൽ നിത്യജീവൻ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല, ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും? അതൊരു ചോദ്യമാണ്, ന്യായമായൊരു ചോദ്യമാണ്. ആ കുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കയറ്റി വിടുമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ റെഫറൻസ് വേണ്ടേ? അത് എന്ത് റെഫറൻസാണ് ഉള്ളത്? നിത്യജീവൻ ലഭിക്കാത്ത ഒരാളെ എന്ത് രീതിയിൽ പ്രാർത്ഥിച്ച് കയറ്റി വിടും? ഇപ്പോൾ നിങ്ങൾ അനുമതി ചൊല്ലുന്നുണ്ട്, അത് നിങ്ങളുടെ മെമ്പർഷിപ്പ് ലഭിച്ച വിശ്വാസികൾ. മാമോദീസായാൽ നിങ്ങളുടെ സമൂഹത്തിൽ മെമ്പർഷിപ്പ് ലഭിച്ച ആളുകൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു കാണും. മരിച്ചു കഴിയുമ്പോൾ അവരെ സ്വർഗത്തിൽ കയറ്റി വിടാൻ പാകത്തിന് നിങ്ങൾ അനുമതി ചൊല്ലും. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം മെമ്പർക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അനുമതി ചൊല്ലുന്നത്? ഓൾറെഡി മെമ്പർഷിപ്പ് കിട്ടിയല്ലോ. അവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുകയാണല്ലോ. അതെല്ലാം അനുഭവിച്ചതിന് ശേഷം മരിക്കുന്നു. ഗ്യാരണ്ടി ഇല്ല നിങ്ങൾക്ക്. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തുനിന്നൊന്നും പറയാൻ പറ്റിയ ഒരാളും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ് കയറ്റി വിടണേ എന്നുള്ളത്. അതാണല്ലോ നിങ്ങൾ അനുമതി ചൊല്ലുന്നത്.
പക്ഷേ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യും? കുഞ്ഞിൻ്റെ കാര്യത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യും? കുഞ്ഞിന് നിത്യജീവൻ ലഭിച്ചിട്ടില്ല. പണ്ട് കാലത്ത് കത്തോലിക്ക സമൂഹം മാമോദീസ ഏൽക്കുന്നതിന് മുമ്പ് മരിക്കുന്ന കുഞ്ഞുങ്ങളെ തെമ്മാടിക്കുഴിയിൽ അടക്കിയിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ പ്രക്രിയ. ഇപ്പോൾ അവർക്ക് സുബോധമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തെമ്മാടിക്കുഴിയൊന്നുമില്ലെങ്കിൽ ഏതോ കോർണറിലൊക്കെ ഇടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല എനിക്ക് സൂക്ഷം. ചിലരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് സെമിത്തേരിയുടെ ഒത്ത നടുക്കൊന്നും ഇടില്ല, ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും, സെമിത്തേരിയുടെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും അടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാനത് വിടുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നു, മാമോദീസായിൽ നിത്യജീവൻ ലഭിക്കുന്നു എങ്കിൽ അതിനു മുമ്പുള്ള അവസ്ഥ എന്താണ്? മാമോദീസായിൽ പിശാചിനെ തള്ളി പറയുന്നുണ്ട്. മാമോദീസായിൽ പിശാചിനെ തള്ളി പറഞ്ഞുകൊണ്ട് മെശിഹായെ സ്വീകരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 7:14 അനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിശുദ്ധന്മാരാണെന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാരായ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് പിശാച് വരുന്നത്? പിശാചുമായിട്ട് എന്താണ് സംബന്ധം? സാത്താനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ഈ കുഞ്ഞും സാത്താനുമായിട്ട് എന്താണ് ബന്ധം? 1 കൊരിന്ത്യർ ലേഖനം 7:14 എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ വിശുദ്ധരാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ മാച്ച് ചെയ്യാതെ പോകുന്നു, കോൺട്രഡീഷൻ വരുന്നു, വൈരുദ്ധ്യങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നു. ഈ പറയപ്പെടുന്ന ശിശു സ്നാനം എന്ന് പറയുന്ന കാര്യം എങ്ങനെ കൂട്ടിയാലും ശിഷ്ടം വരും. ഒരു തരത്തിൽ ഇത് കൂട്ടിമുട്ടിക്കാൻ പറ്റത്തില്ല. ഒരു ഭാഗം കൂട്ടിമുട്ടിച്ചാൽ വേറൊരു ഭാഗം അയഞ്ഞു പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞിന് ശരീരവും രക്തവും കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. കുഞ്ഞ് എപ്പോഴാണ് തന്നെത്താൻ ശോധന ചെയ്തത്? തന്നെത്താൻ ശോധന ചെയ്യാതെ ആരും ഇതിനകത്തേക്ക് കൈ നീട്ടാൻ പാടില്ല. അപ്പോൾ ഈ കുഞ്ഞിന് എങ്ങനെയാണ് ആ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്? എപ്പിസ്കോപ്പൽ സമൂഹത്തിൽ ഒത്തിരി കൂട്ടങ്ങളുണ്ട്. അതിൽ ഓർത്തഡോക്സ് സമൂഹം മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. കാത്തലിക്സ്, മർത്തോമ, അതുപോലെ വേറെ ഒത്തിരി ഉണ്ടല്ലോ. അവരാരും അങ്ങനെ ചെയ്യുന്നില്ല, ഒരു കൂട്ടരും അങ്ങനെ ചെയ്യുന്നില്ല. ഈ ഒരു സമൂഹം മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമൊന്നുമല്ല, മതപരമായ ചടങ്ങ്. ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. ക്രിസ്തീയ സമൂഹത്തിൻ്റെ രീതി അനുസരിച്ചാണ് നമ്മളിതിനിടയിൽ പറയുന്നത്. ക്രിസ്തീയ രീതി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ രീതികൾ ഇങ്ങനെയൊന്നുമല്ല, അത് തികച്ചും വ്യത്യസ്തമാണ്. ഒടുക്കം അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിലൂടെ കുഞ്ഞിന് ഒരു പട്ടം കൂടെയും കൂടെ ലഭിക്കുന്നു എന്ന്. അതായത് അൽമായരുടെ പൗരോഹിത്യമുണ്ട്. അത് എപ്പിസ്കോപ്പൽ സഭകളെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് പൗരോഹിത്യത്തിൻ്റെ വിവിധ ശ്രേണികൾ പറയും. അതിൽ എല്ലാ അൽമായരും പുരോഹിതന്മാരാണെന്നുള്ള ആ പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യം തന്നെയാണ് എല്ലാവരും കോട്ട് ചെയ്യുന്നത്. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷകളുടെ പൂർണ്ണത മദ്ബഹായിൽ വന്ന് നിയമിക്കപ്പെട്ട പുരോഹിതരാണ് അതൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് കുഞ്ഞിന് ഇങ്ങനെയൊരു അനുഗ്രഹവും കൂടെ ലഭിക്കുന്നു എന്നുള്ളത് അതിനിടയിൽ പറഞ്ഞു. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഈ പറയുന്ന ശുശ്രൂഷയ്ക്ക് കുറഞ്ഞതൊരു 2 ആഴ്ചത്തെ സമയമെങ്കിലും എടുക്കണം. ഞാൻ വലിയൊരു വൈരുദ്ധ്യം പറയാൻ പോവാ. ഈ പറഞ്ഞ ശുശ്രൂഷയ്ക്ക് കുറഞ്ഞതൊരു 2 ആഴ്ചത്തെ സമയമെങ്കിലും എടുക്കണം. 2 ആഴ്ചയെങ്കിലും ഒരുക്കത്തിന് വേണ്ടി എടുക്കണം. എന്നിട്ടാണ് ആ ശുശ്രൂഷയ്ക്ക് വരേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അച്ഛൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കാരാഗ്രഹ പ്രമാണിയുടെ കുഞ്ഞിനെയും കാരാഗ്രഹ പ്രമാണിയെയും ആ രാത്രിയിൽ തന്നെ മാമോദീസ മുക്കി. ആ കുഞ്ഞിനെ ആ രാത്രിയിൽ മുക്കി എന്ന് പറഞ്ഞാൽ അതേ നാവ് കൊണ്ടാണ് അച്ഛൻ പറയുന്നത് കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പോൾ അതൊരു വൈരുദ്ധ്യമല്ലേ? ലുദിയായുടെ കുഞ്ഞിനെ 57 ദിവസം കണ്ടായി തോന്നുന്നു, 56 അല്ല 57 ദിവസം കണ്ട്. പിന്നെ കൊർന്നലിയോസിൻ്റെ വീട്ടിലെ കൊച്ചിനെ 75 ദിവസം കണ്ടായി. അവരെയൊക്കെ മുക്കിയത് തൽക്ഷണം മുക്കുക ചെയ്ത്. അപ്പോൾ സ്നാനവുമായി ബന്ധപ്പെട്ടൊരു ഉപദേശം പറയുമ്പോൾ അത് സ്ഥാപിക്കണമെങ്കിൽ അത് ബൈബിളിൻ്റെ പിൻബലം വേണം. അപ്പോസ്തോലികമായ നടപടിക്രമങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടണം. വചനങ്ങൾ അതുമായിട്ട് മാച്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ സ്നാനത്തിനും വാലിഡിറ്റി ഇല്ല. പൗലോസ് ചാടിക്കേറി 3-ാം ദിവസം മാമോദീസ ഏറ്റു. 3 ദിവസം കൊണ്ട് മാമോദീസയേക്കാൻ കൊള്ളാവോ? ഇത്രയും വലിയ ലേഖനമൊക്കെ എഴുതിയ പൗലോസ് കുറഞ്ഞത് 1 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണമായിരുന്നു. കുഞ്ഞുങ്ങളെ 2 ആഴ്ച വെക്കാം. പൗലോസിനെ പോലെ മുതിർന്ന ആളുകൾ മാമോദീസയ്ക്ക് വരുമ്പോൾ 1 ആഴ്ചയെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് നോമ്പൊക്കെ നോറ്റ് ഉപവസിച്ച് വേണം വരാനായിട്ട്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ ഇടയ്ക്ക് പറയാം, പെന്തിക്കോസുകാർ കേൾക്കാൻ പറയാം. പെന്തക്കോസുകാരുടെ ഇടയിലും സ്നാനത്തോടുള്ള ബന്ധത്തിൽ സ്നാനത്തിന് മുൻപ് ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വയ്ക്കും. സ്നാനപ്പെടാനുള്ള ആളൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം സ്നാനപ്പെടാൻ വരാനായിട്ട്. അതിൻ്റെ ബൈബിൾ റെഫറൻസ് എവിടെയാണ്?
അതിന് ബൈബിളിൻ്റെ എന്ത് പിൻബലമാണ് ഉള്ളത്? എത്യോപ്യക്കാരൻ ഷണ്ണനെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടാണോ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയത്? കാരാഗ്രഹ പ്രമാണിയെ പൗലോസ് എങ്ങനെയാണ് സ്നാനപ്പെടുത്തിയത്? കൊർന്നല്യോസിനെ പത്രോസ് എങ്ങനെയാണ് സ്നാനപ്പെടുത്തിയത്? 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണോ? ഈ വ്യക്തി രക്ഷിക്കപ്പെട്ടു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പുതുജനനം നടന്നിരിക്കുകയാണ്. കുറ്റമറ്റ മനസാക്ഷിയുമായി ദൈവസന്നിധി നിൽക്കുകയാണ്, ഒരു പരമാർത്ഥ ഹൃദയത്തോടെ. ആ വ്യക്തി ക്രിസ്തുവിനോട് ചേരുവാനാണ് നിൽക്കുന്നത്. സ്നാനത്തിലൂടെ അദ്ദേഹം ക്രിസ്തുവിനോട് ചേരുകയാണ്. ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ടില്ലല്ലോ, ക്രിസ്തീയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. പടിപടിയായി മുൻപോട്ട് വരികയാണ്. അടുത്ത സ്റ്റെപ്പുകളിൽ അദ്ദേഹം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. സ്നാനപ്പെടാൻ വരുന്നതിന് ഉപവസിക്കണമെന്ന് അതിനൊന്നും വചനമില്ല. അങ്ങനെ ഒരു വചനത്തിൽ അതിൻ്റെ തത്വങ്ങളൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നു. എന്നിട്ട് ഓർത്തഡോക്സുകാരനോട് അത് പാരമ്പര്യമല്ലേ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കും. തിരിച്ച് ചോദ്യം വരുന്നത് അതുകൊണ്ടല്ലേ. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വചനപ്രകാരമായിരിക്കണം. ചോദ്യം ചെയ്യാൻ ഇട കൊടുക്കരുത്. ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വചനപ്രകാരം അല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെയാണ്. ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ആരും ചോദ്യം ചെയ്യും. അത് നിലനിൽക്കില്ല. നിലനിൽക്കണമെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ ചെയ്യണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ ചെയ്യണം. ഇവിടെ അച്ഛൻ തന്നെ പറഞ്ഞ വാക്കുകളെ അച്ഛൻ തന്നെ ഖണ്ഡിക്കുകയാണ്. കാരാഗ്രഹ പ്രമാണിനെ ആ രാത്രി തന്നെ സ്നാനപ്പെടുത്തി. അദ്ദേഹം തന്നെയല്ല സ്നാനപ്പെട്ടത്, കുടുംബമായിട്ടാണ്. ആ കാലത്ത് കൂട്ടുകുടുംബമുണ്ട്, ധാരാളം പേരുണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും. അവരെയൊക്കെ മാമോദീസ കൊടുത്തെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഈ 2 ആഴ്ച അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെ ഈ 2 ആഴ്ച അപ്ലൈ ചെയ്യും? അച്ഛനും ചിന്തിക്കണം ഇതൊക്കെ. അച്ഛൻ എപ്പോഴെങ്കിലും നമ്മുടെ പ്രസംഗമൊക്കെ കേൾക്കാൻ സാഹചര്യം വന്നാൽ അച്ഛനും ചിന്തിക്കുക, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും വചനപ്രകാരമല്ല. അച്ഛനുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം നമ്മളെ പൊങ്കാലിടാൻ വരുമെന്നറിയാം, എങ്കിലും പറഞ്ഞു വെക്കുകയാണ് ഇതൊന്നും വചനപ്രകാരമല്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലും അതിൻ്റെ പ്രകാശനത്തിലും ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ സുവിശേഷത്താലാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്. ക്രിസ്തുവിനെ കൈക്കൊള്ളണം. അത് ഏത് പ്രായമായിക്കൊള്ളട്ടെ. ക്രിസ്തുവിനെ കൈക്കൊണ്ടൊരു വ്യക്തിയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത്. എത്ര സിമ്പിളാണ്. തനിക്ക് വേണ്ടി വില കൊടുത്ത ഒരുവനോട് വില കൊടുത്തൊരുവൻ ചേരുകയാണ്, അല്ലേ? തനിക്ക് വേണ്ടി മറുവിലയായി തീർന്ന ക്രിസ്തുവിനോട് ചേരുവാൻ ഒരുവൻ വില കൊടുത്ത് ഇറങ്ങിത്തിരിക്കുകയാണ്. വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം സംഭവിച്ചിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം സംഭവിക്കാതെ ആ വ്യക്തിയെ മാമോദീസായിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം മാമോദീസായോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 12:1-2 വാക്യപ്രകാരം ആ വ്യക്തിയുടെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കുകയാണ്. യാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യാഗമൃഗത്തെ കൊണ്ടുവരുന്നു. ആ യാഗമൃഗം ഊനമുള്ളതാണോ എന്ന് നോക്കും. ഊനമില്ലാത്തതായിരിക്കണം. പിന്നീട് അതിനെ അറുത്ത് അതിൻ്റെ തോലുരിച്ച് ഖണ്ഡമായി നുറുക്കി പിന്നെ അതിനെ വെള്ളത്തിൽ കഴുകി എന്നിട്ട് വേണം ബലിപീഠത്തിലേക്ക് വെക്കാൻ. കത്തിക്കാനുള്ളതല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. വെള്ളത്തിൽ കഴുകണം. ആ ഒരു ശുദ്ധീകരണത്തിൻ്റെ നിയമമാണ് അവിടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ രക്തം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി മുൻപോട്ട് കടന്നു വന്ന് അവരാണ് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത്. അല്ലാത്തൊരാൾക്ക് സ്നാനപ്പെടാനായിട്ട് വചനപ്രകാരം അനുവാദമില്ല. ക്രിസ്തുവിനെ രുചിച്ചറിയാത്തൊരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് എങ്ങനെ ചേരുവാൻ സാധിക്കും? അമ്മയപ്പന്മാരുടെ വിശ്വാസ നിമിത്തം കുഞ്ഞുങ്ങൾ രക്ഷയുടെ ഭാഗമാകുമെന്ന് ബൈബിൾ വെച്ച് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. അമ്മയപ്പന്മാരുടെ വിശ്വാസം അനുസരിച്ചല്ല പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരുവൻ രക്ഷ അനുഭവിക്കേണ്ടത്. അമ്മയപ്പന്മാർ നിരീശ്വരവാദികളാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്താവും അവസ്ഥ? അവർ മുതിർന്നു വരുമ്പോൾ അവർക്ക് സുബോധം വയ്ക്കുമ്പോഴല്ലേ അവർക്ക് ആ രക്ഷ അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് എല്ലാ കാര്യത്തിലും. അമ്മയപ്പന്മാരുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചല്ല കുഞ്ഞുങ്ങളുടെ രക്ഷ നമ്മൾ പഠിക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നവർ മുതിർന്നു വരുമ്പോൾ അവർക്ക് ബോധ്യം വരും. ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചു പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോവോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ശിശുസ്നാനമൊക്കെ ഉടലെടുത്തത്. അച്ഛൻ പറഞ്ഞതുപോലെ കാർബൺ ഡേറ്റിങ്ങിലൂടെയൊക്കെ മാമോദീസ തൊട്ടിയൊക്കെ കണ്ടെടുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെയൊന്നും അല്ലെന്നേ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഊഹാപോഹങ്ങളിൽ നിന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്പഷ്ടമായിട്ടൊന്നും നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല.
വചനം വെച്ച് സ്പഷ്ടമായി സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യങ്ങളുള്ളപ്പോൾ എന്തിനാണ് ഈ മൂക്കയിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ കറക്കിയിട്ട് പിടിക്കുന്നതെന്ന് ചോദിക്കില്ലേ? അതുപോലെ ഇത്ര ഭാരിച്ച തലവേദനയിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം എന്താ? നല്ല ഭംഗിയായിട്ട് സ്പഷ്ടമായിട്ട് തെളിഞ്ഞു കിടക്കുകയാണ് ഉപദേശം, വെളിപ്പാടുകൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആ കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദീർഘമായി പറഞ്ഞിട്ടുണ്ട്, ക്രൂശ് പ്രസംഗിച്ചിട്ടുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒരുവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് അവൻ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സാധിക്കുന്നത്. അതിന് പകരം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. വളർന്നു വരുമ്പോൾ ആ ഒരു മതത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കും. അതൊക്കെ വാസ്തവമാണ്. അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ച് ഒരളവിൽ അങ്ങ് മുന്നോട്ട് പോകും. 100 കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിലൊരു 10-15 കുട്ടികൾ നല്ല റിലീജിയസ് ആയിട്ട് തന്നെ വളർന്നു വരും. ബാക്കിയുള്ളതിലൊരു പാതി ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും. പിന്നെയുള്ള പാതി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലേക്ക് തിരിച്ചും പോലും വരില്ല. അതൊക്കെയാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ മാമോദീസ കൊടുത്ത് മുൻപോട്ട് വന്ന വളർന്നു വന്ന ധാരാളം കുഞ്ഞുങ്ങളല്ലല്ലോ, അവരൊക്കെ വലുതല്ലേ, മുതിർന്നവരല്ലേ. നമ്മുടെ ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, അയൽവാസികളുണ്ട്, സ്നേഹിതരുണ്ട്, ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായം എവിടെ പോയി കിടക്കുന്നു? പുനരുദ്ധാന ശക്തിയാൽ ഉയർത്തു വന്നിട്ട് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ആ അനുഭവങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു അനുഭവങ്ങളും കാണാനില്ല. പലരും ലോകപ്രകാരമാണ് ജീവിക്കുന്നത്. അങ്ങനെ വന്നൊരു വ്യക്തിക്ക് ഏറ്റുമാനൊരു അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റുമാനൊരു അപ്പനെയും കൂടി ഒന്ന് തൊഴുതിട്ട് പോയേക്കാം. അതുപോലെ തന്നെ എല്ലാ വർഷവും ശബരിമല ശാസ്താവിന് ഒരു മെത്രാച്ചൻ ഓർത്തഡോക്സിലൊരു മെത്രാച്ചൻ പറഞ്ഞ കാര്യമാണ്, പരിശുദ്ധാത്മാവ് വന്നെന്നല്ലേ പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. ഇതൊക്കെ പറയുമ്പോൾ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അച്ഛനോടുള്ള ബഹുമാന നിമിത്തം ഒന്നും പറയാത്തത്. വലിയ വഞ്ചനകളാണിതെല്ലാം, കൊടിയ ചതികളാണിതെല്ലാം. കുഞ്ഞിൻ്റെ മേൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തൈലം പൂശി അതിനെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയല്ലേ, നിന്നെപ്പി പറ്റിക്കുകയല്ലേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച വ്യക്തികളാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവോ? പരിശുദ്ധാത്മാവിനെ ലഭിച്ചെന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ചോദിക്കും, പെന്തിക്കോസുകാരുടെ ഇടയിൽ അങ്ങനെയല്ലേ എന്ന്. പെന്തിക്കോസുകാരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, അല്ലാത്തവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രക്ഷിക്കപ്പെട്ട വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവരൊരിക്കലും അന്യാരാധനയ്ക്കൊന്നും പോവില്ല. സ്വാഭാവികമായി അവരിൽ ജഡമുള്ളത് കൊണ്ട് ലോകത്തോട് ഒരു പറ്റുമാനം കാണിക്കും. ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഈ ലോകത്ത് സുഖജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളൊക്കെ വരാം. അതല്ലാതെ 1-ാം പ്രമാണവും 2-ാം പ്രമാണവും ലംഘിക്കാനൊന്നും പോകുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. പെന്തക്കോസുകാരുടെ ഇടയിൽ 1-ാം പ്രമാണവും 2-ാം പ്രമാണവും ലംഘിക്കുന്നവരൊന്നുമില്ല. അതല്ലാത്ത നിലയിൽ ജഡവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, അതൊക്കെ പറയാൻ പറ്റും. ഇതങ്ങനെയാണോ? ഇത് നിപ്പിലല്ലേ മറ്റ് സോക്കോൾഡ് ദൈവങ്ങളെയൊക്കെ വിളിക്കാനും അതിന് മുമ്പിലൊക്കെ കുമ്പിടാനൊക്കെ പോകുന്നത്, യാതൊരു എളുപ്പമില്ലാതെ. എന്നിട്ട് അവർ മതേതരം എന്നൊക്കെ പറയും. ദൈവവചനം എന്താ പറയുന്നതെന്നുള്ളത് തിരിച്ചറിയുന്നില്ലല്ലോ. വേർപാട് അനുഷ്ഠിക്കേണ്ട ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ. എല്ലാത്തിനോടും ഇടകലരാൻ പാടില്ല. തനിച്ചു പാർക്കുന്നൊരു ജനമാണ്. എല്ലാവരുടെയും നടുവിലാണ് ജീവിക്കുന്നത്, എന്നാൽ എല്ലാത്തിനോടും ഇടകലരാൻ പാടില്ല. ഇവരുടെ തൃശ്ശൂർ മെത്രാപ്പോലീത്ത പറഞ്ഞതുപോലെ ഇസ്രായേലിനെ കനാനിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചതെന്ന് അങ്ങനെ പറഞ്ഞതാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അദ്ദേഹം പറയുക, അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാനിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ സകല ജനങ്ങളുമായിട്ട് ഇടകലർന്ന് ജീവിക്കണമെന്ന്. അങ്ങേരെ ആ കാനഡക്കാരി സഹോദരിയോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ചങ്ങ് നിർത്താം ഷിജു പാസ്റ്ററെ. അച്ഛനോട് പറഞ്ഞ് നമുക്ക് മെത്രാനോടുള്ള വാക്കിൽ അവസാനിപ്പിച്ചേക്കാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചയരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചയരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. ഓർത്തഡോക്സ് മെത്രാൻ എന്താ പറഞ്ഞത്? മാമോദീസ വെള്ളം തലയിൽ വീണതും പിന്നീട് അനേകരുടെ തലയിൽ വെള്ളം വീഴ്ത്തുന്നതും പിന്നീട് അനേകരുടെ മേൽ അഭിഷേകതയിലും പൂശിവിടുന്നതുമായ മെത്രാൻ എന്താ പറഞ്ഞത്? ഇസ്രായേലും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് കനാനിൽ വന്ന് അവിടെയുള്ള ജാതികളുമായി പറ്റിച്ചേർന്ന് അല്ലെങ്കിൽ ഇടകലർന്ന് ജീവിക്കണമെന്ന്. ഇവിടെ എങ്ങനെയാണ് വായിച്ചത്? നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചയരുതെന്ന്. അവരും നിങ്ങളും
അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചയരുത്. രണ്ടും തമ്മിൽ കൂടിക്കലർച്ച പാടില്ല, പക്ഷേ അവരുടെ നടുവിലാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും. ഇത് മനസ്സിലായി ഓർത്തഡോക്സുകാരുടെ ഏതെങ്കിലും ഒരുത്തനുണ്ടോ? കത്തോലിക്കനുണ്ടോ? യാക്കോബക്കാരനുണ്ടോ? ഇപ്പോൾ പെന്തക്കോസുകാരനും ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു സമൂഹമാണ് പെന്തക്കോസ്തുകാർ. അവരും ഇപ്പോൾ പതിയെ പറഞ്ഞു തുടങ്ങി. അവരിങ്ങനെ പറയാനുള്ള കാരണം എന്നാ? അവർ ഓർത്തഡോക്സുകാരെ ശ്രദ്ധിക്കും. അവർ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലും ഏറ്റുമാനൂരപ്പൻ്റെ മുമ്പിലൊക്കെ കുമ്പിടുന്നവരാണ്. അവരുടെ സ്വഭാവം അനുകരിക്കരുത്, ഓർത്തഡോക്സുകാരൻ്റെ സ്വഭാവം അനുകരിക്കരുത്, പാതാളത്തിലെത്തും. ഒന്നും രണ്ടും പ്രമാണങ്ങളെയാണ് ലംഘിക്കുന്നത്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തെ. നാട്ടുകാരെന്ത് പറയുന്നത് നമുക്ക് വിഷയമല്ല. പത്രോസ് എന്താ പറഞ്ഞത്? നീ വന്ധ്യനായവൻ്റെ പുത്രനായ മെശിഹയാണെന്നാണ്. ആ വെളിപ്പാട് പ്രാപിച്ചവരാണ്. അവരാ വെളിപ്പാടിൽ നിന്ന് പുറകോട്ട് പോയി എങ്ങനെ ഇരിക്കും? എണ്ണ പൂശിയാൽ പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ചതിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ എണ്ണ പൂശിയതും പിന്നെ മറ്റനേകരെ പൂച്ചെന്ന് പോയ മെത്രാൻ പറഞ്ഞ വിവരക്കേടാ ഈ പറഞ്ഞത്. ദൈവവചനത്തെ വളച്ചൊടിക്കുകയല്ലേ, മറിച്ച് കളയുകയല്ലേ ഇവർ നിന്ന നിപ്പിൽ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് അതിനിടയിൽ പറഞ്ഞത്. ഈ കുഞ്ഞിനെ അഭിഷേകതൈലം പൂശുന്നതിനോടുള്ള ബന്ധത്തിൽ അഹരോനെ പൂശിയതുപോലെ ഈ കുഞ്ഞിനെയും അഭിഷേകതൈലത്താൽ പൂശുന്നു എന്നാണ് പറഞ്ഞത്. അഹരോനെ പൂശുമൊന്നുമല്ല ചെയ്തത്, അഹരോൻ്റെ തലമേൽ ഒഴിക്കുകയാണ് ചെയ്തത്. ഈ എണ്ണ പൂശുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഈ ശരീരത്ത് പുരട്ടുന്നതിനാണ് എണ്ണ പൂശുക എന്നൊക്കെ പറയുന്നത്. അതിന് പകരം ഈ എണ്ണ അഹരോൻ്റെ തലയിൽ അഭിഷേകതയിൽ ഒഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒഴിച്ച് തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ താഴേക്ക് ഒഴുകുകയാണ്. അതൊരു പുതിയ നിയമ ശുശ്രൂഷകൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അഭിഷേകതയിൽ ഉണ്ടാക്കി ഒരു കുഞ്ഞിൻ്റെ തലയിൽ ഒഴിക്കുന്ന കാര്യമാണോ, അല്ലെ ശരീരത്ത് ദേഹത്ത് എവിടെയെങ്കിലും പുരട്ടുന്ന കാര്യമാണോ അത് വ്യാഖ്യാനിക്കുന്നത്? അവിടെ അഹരോൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ നിൽക്കുകയാണ്. യേശുക്രിസ്തുവിനെയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലും അഭിഷേകത്തിലും നിറച്ചിരിക്കുന്നത്. അവനെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ അഭിഷേകതൈലം തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ ഒഴുകി പാദം വരെ എത്തുകയാണ്. ശിരസ് ക്രിസ്തുവും ശരീരം തൻ്റെ സഭയുമാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നവൻ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഭാഗമായി തീരണമെന്ന് പറയുന്നത്. ചിലർ ചോദിക്കും പെടണോ എന്നൊക്കെ. സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഭാഗമായി തീരുവാൻ കഴിയുള്ളൂ. ഇനി അടുത്ത പടി, സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരുന്നു. മുൻപോട്ടുള്ള യാത്രയിൽ ആ ശരീരത്തിലെ അവയവങ്ങളെന്ന നിലയിൽ ഇണങ്ങിച്ചേരണം. എഫേസ് ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗമായി ഇണങ്ങിച്ചേരണം. അങ്ങനെ ഇണങ്ങിച്ചേർന്ന് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന പോലെ പറ്റിച്ചേർന്ന് ഒന്നായി തീരുകയാണ്. ആ ശിരസും ശരീരവും തമ്മിൽ നല്ല നിലയിൽ ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അഭിഷേകതൈലം അങ്ങനെ ഒഴുകി താഴേക്ക് വരുമ്പോൾ തൻ്റെ സഭയിലേക്കാണ് അത് ഒഴുകി വരുന്നത്, അല്ലേ? മഹാപുരോഹിതൻ്റെ തലയിൽ നിന്ന് അഭിഷേകതൈലം ഒഴുകി താഴേക്ക് വരുമ്പോൾ ആ ശരീരത്തിലേക്കാണ് വരുന്നത്, ശരീരമാകുന്ന സഭയിലേക്ക്. ശരീരമാകുന്ന സഭയോട് ഏറ്റവും ഇണങ്ങിയിരിക്കുന്നവർ ആ അഭിഷേകത്തിൻ്റെ ഭാഗമാകുന്നു. ആ അഭിഷേകം അവർ അനുഭവിക്കുകയാണ്. അതല്ലാതെ ഇന്ന് കുഞ്ഞുങ്ങളുടെ തലയിൽ എണ്ണ പൂശിയോ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ എവിടെയെങ്കിലും എണ്ണ പൂശിയാൽ പരിശുദ്ധാത്മാവിന് ലഭിക്കുമെന്നും പരിശുദ്ധാത്മ നിറവിൽ വരുമെന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ മണ്ടത്തരങ്ങളാണ്. എങ്ങനെ പറയാതിനെ? അതെല്ലാം രാജ്യാന്തര വിവരക്കേടുകൾ എന്നുള്ളതാണ് പറയാനുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. എത്ര മനോഹരമായ വ്യാഖ്യാനങ്ങളാണ് ഇവിടെയുള്ളത്. അഹരോൻ എന്ന് പറയുന്ന മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതൻ്റെ തലയിൽ നിന്ന് താഴേക്ക് ഒഴുകിയ കാര്യം പറഞ്ഞു, വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക്. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അഭിഷേകം ചെയ്യുന്ന ക്രിസ്തുവാണ്. തൻ്റെ സഭയെ അഭിഷേകം ചെയ്യുന്ന ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ആത്മാവിനെ കൊടുക്കുന്നത് യേശുക്രിസ്തുവാണ്. പള്ളിയിലച്ഛനല്ല കൊടുക്കുന്നത്, പാസ്റ്റർ അല്ല കൊടുക്കുന്നത്. പാസ്റ്റർക്കും പള്ളിയിലച്ഛനും ആത്മാവിനെ കൊടുക്കാനൊന്നും അധികാരമില്ല. അത് ക്രിസ്തുവാണ് കൊടുക്കുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ശമരിയെ പോയി സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം കൈക്കൊണ്ടവർ, അതായത് രക്ഷയിലേക്ക് വന്നവർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏറ്റു. അവരെല്ലാം മാമോദീസ ഏറ്റു. അത് കഴിഞ്ഞിട്ടാണ് പത്രോസ് യോഹന്നാനും അവിടെ വരുന്നത്. അങ്ങനെ പത്രോസ് യോഹന്നാനും അവിടെ വന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചു. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നത് അവരുടെ മേൽ ഇതുവരെ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ ഉള്ളടക്കം. ആ ഒരു വാക്യം വെച്ചിട്ടല്ല അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത്.
പരിശുദ്ധാത്മാവിലല്ലാതെ അവർക്ക് യേശുവിനെ രക്ഷിതാവെന്ന് പറയാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്നവർക്ക് പറയാൻ കഴിയുമോ? രണ്ട് പ്രധാന കാര്യമാണ്. രക്ഷയിൽ ക്രിസ്തു എന്ന രക്ഷിതാവിനെ ഏറ്റുപറയുന്നു. സ്നാനത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലേ സാധിക്കൂ. അവിടെ രക്ഷയിൽ പരിശുദ്ധാത്മാവാണ് വചനമാകുന്ന വിത്തകത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ വന്ന പരിശുദ്ധാത്മാവ് അവരെ വിട്ട് പോകുന്നില്ല. അപ്പോൾ പത്രോസ് യോഹന്നാനും വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ഇൻഫില്ലിംഗ് ആണ്, ഒരു നിറവാണ്. അവർ വിശ്വാസ നിമിത്തമാണ് നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ വിശ്വാസത്താൽ നിൽക്കുകയാണ്. പത്രോസ് യോഹന്നാനും വന്നു. ഇനി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അഭിഷിക്തന്മാർ കരം വെച്ചപ്പോൾ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നു. ജീവജലത്തിൻ്റെ നദികൾ എന്ത് ചെയ്യുന്നു? ഒഴുകാൻ ആരംഭിക്കുന്നു. അതിൻ്റെ ഒഴുക്കിൻ്റെ രീതിയൊക്കെയുണ്ട്, എന്തുവാകട്ടെ, ഒഴുകാൻ ആരംഭിക്കുന്നു. അവിടെയാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ പത്രോസ് യോഹന്നാനും വന്നപ്പോൾ എവിടെന്നെങ്കിലും കുറച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ട് കൊടുക്കുകയല്ല. ഓൾറെഡി അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ആത്മാവിൻ്റെ അനുഭവത്തെ അത് ഒരു നിറവിലേക്ക് അഭിഷിക്തന്മാർ കരം വയ്ക്കുമ്പോൾ അതാണ് ആത്മീയ അധികാരം എന്ന് പറയുന്നത്. അതാണ് ആത്മീയ അധികാരം. അങ്ങനെ വന്ന പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കയ്യിൽ എണ്ണക്കുപ്പി ഉണ്ടായിരുന്നോ? അഭിഷേക തൈലത്തിൻ്റെ കുപ്പിയായിട്ടാണോ അവർ വന്നത്? ഇതൊന്നുമായിട്ടല്ല വന്നത്. അവർ വിശുദ്ധ കരങ്ങളെ വെച്ചു. അങ്ങനെ അവരിലൂടെ ആ ആത്മശക്തി പ്രവഹിച്ചു. ഈ ജനത്തിന് മേലെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. അത് ദൈവം വെച്ചൊരു വ്യവസ്ഥയും ദൈവത്തിൻ്റെ ഒരു രീതിയുമായിട്ട് കൂട്ടിക്കോ, അല്ലേ? അങ്ങനെയാണ് ശമര്യരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തത്. പത്രോസിനെ യോഹന്നാനെ അയച്ചുകൊണ്ടാണ് അവിടെ ആ കാര്യം പൂർത്തീകരിച്ചത്. അതിന് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്, അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുന്നത്. അപ്പോൾ അത് തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ ഓരോരുത്തരും പ്രാപിക്കുന്ന അഭിഷേകത്തിൻ്റെ നിലയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരും പ്രാപിക്കുന്ന അഭിഷേകത്തിൻ്റെ ആ നിലയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്. ശുശ്രൂഷയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഒരു സാധാരണ വിശ്വാസിക്ക് ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ നിലയായിരിക്കില്ല ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നത്. അത് വിശേഷപ്പെട്ട ഒരു അഭിഷേകത്തിൻ്റെ അനുഭവമായിരിക്കും, വിശേഷപ്പെട്ടൊരു അനുഭവമായിരിക്കും. അതിലൊക്കെ വ്യത്യസ്തതകളുണ്ട്. എനിവേ ജനറലായിട്ടാണ് പറഞ്ഞത്. ജനറലായിട്ട് എന്താ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട ഒരുത്തൻ. ഒരു വാക്യോടെ ഉണ്ടല്ലോ ഷിജിപ്പാസേ. കൊലേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. കൊലേസ് ലേഖനം 2-ന്റെ 6-7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുകയും അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുകയും. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ, അതായത് കൊലേസിയിലെ വിശ്വാസികൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടു. അവരവരുടെ രക്ഷയിലേക്ക് വന്നു. കൈക്കൊണ്ട് വിശ്വാസ സ്നാനം ഏറ്റവരാണ് അവിടെയുള്ളവരൊക്കെ. അവരോട് പറയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുവിരിപ്പിൻ. അതായത് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, അവനിൽ വേരൂന്നുക. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ താഴേക്ക് അഭിഷേക തൈലം ഒഴുകി വന്ന കാര്യം പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവിടെ ആ നല്ല മുന്തിരിവള്ളിയോട് നമ്മൾ ചേർന്നിരുന്നാൽ, ഞാൻ നല്ല മുന്തിരിവള്ളിയാണെന്ന് പറഞ്ഞല്ലോ, അതിനോട് നമ്മൾ ചേർന്ന് ഒട്ടിയിരുന്നു കഴിഞ്ഞാൽ ആ നല്ല മുന്തിരിവള്ളിയിൽ നിന്നാണ് നമ്മൾ ജീവരസം വലിച്ചെടുക്കുന്നത്. അതിനോട് ഒട്ടിച്ചേർന്നിരിക്കണം. അതാണ് വചനത്തിൽ നിലനിൽപ്പിനെന്ന് പറയുന്നത്. അവനിൽ വേരൂന്നുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ മുന്തിരിവള്ളിയുടെ ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ശിഖരം, അങ്ങനെ ഈ കൂട്ടിക്കോ, അത് ആ തൈത്തടിയുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കണം. ആ നല്ല ഒലിവിലേക്ക് കാട്ടൊലിവിനെ കൊണ്ടുവന്ന് ബഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ, ഒട്ടിച്ച് ചേർത്ത് വയ്ക്കുന്ന കാര്യം. അങ്ങനെ ഒട്ടിച്ച് ചേർത്ത് വെക്കുമ്പോൾ ആ തായ്തടിയിൽ നിന്നാണ് നമ്മൾ ജീവരസം വലിച്ചെടുക്കേണ്ടത്. ചേർന്നിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ആത്മീയ വർധനവിൽ മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതുപോലെ തന്നെയാണ് എപ്പോഴും മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ശരീരമായ സഭയുടെ ഭാഗമായിരിക്കണം. അപ്പോഴാണ് ശിരസിൽ നിന്ന് ആ അഭിഷേക തൈലം താഴേക്ക് ഒഴുകി വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അകലം വിട്ട് നടക്കരുത്, എപ്പോഴും വചനത്തിൽ നിൽക്കണം, എപ്പോഴും ചേർന്നിരിക്കണം. അതുകൊണ്ടുള്ള ഗുണം എന്താ? അപ്പോൾ ആ അഭിഷേകത്തിൻ്റെ ജ്വലനം നമ്മിൽ എപ്പോഴും ഉണ്ടാകും. എപ്പോഴും 24/7 ആ അഭിഷേകത്തിൻ്റെ സ്പർശനം നമ്മൾ തിരിച്ചറിയും. അതിൻ്റെതായ മാഹാത്മ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായി
അച്ഛൻ്റെ വീഡിയോയിലൂടെ നമ്മൾ കേട്ട അവരുടേതായ ആ ഒരു സങ്കല്പങ്ങൾ, കാര്യങ്ങൾ, അതൊന്നും വിശുദ്ധ തിരുവഴുത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. അതിൻ പ്രകാരം മുൻപോട്ട് പോകുന്ന ആളുകളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ കിടക്കട്ടെ, അതവിടെ കിടക്കട്ടെ. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രൻ്റെ അടുക്കൽ വന്നവൻ അവനിൽ വേരൂന്നണം. അടുത്തപടി, ആ ശരീരത്തിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുമ്പോൾ തലയിൽ നിന്ന് ഒഴുകുന്ന ഈ അഭിഷേക തൈലം നമ്മെ നിറയ്ക്കും. അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നവനാണ്. അതിൻ്റെ ആദ്യ പടികളാണ് ഈ പറഞ്ഞത്. ശരിയായ പാതയിലൂടെ വന്ന് ശരിയായ നിലയിൽ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഈ പറയപ്പെടുന്ന സകല സ്വർഗീയ അനുഭവങ്ങളും നമുക്ക് വേണ്ടി അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം അനുഭവിച്ച്, അതെല്ലാം ആസ്വദിച്ച്, അതിൻ്റെ ശക്തിയിലും മഹിമയിലും അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് പോകേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഒടുക്കം പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നൊക്കെ പറയാൻ കഴിയുന്നത്. അല്ലാത്ത ആളുകളെല്ലാം മാറത്തടിയും ഭയങ്കര കരച്ചിലും പിഴിച്ചിലുമായിട്ട് കൊണ്ടുപോയി ചവാടക്കൊക്കെ നടത്തി പിന്നെ ഒരാശ്വാസം, ഇനി ഒരു അനുത ചൊല്ലി സ്വർഗത്തിൽ കയറ്റാമെന്നുള്ളതാണ്. അതൊന്നും നടപടിയുള്ള കാര്യങ്ങളല്ല. സ്വപ്നം പോലും കാണേണ്ട ആ കാര്യത്തിൽ. മരണാനന്തരം ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു നീക്കുപോക്കൊക്കെ വരുത്താമെന്നൊന്നും വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം പോലുമില്ല, അരവാക്യം പോലുമില്ല. ആ സ്വപ്നങ്ങളൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതാകുന്നു സുപ്രസാദകാലം. മനസാന്തരപ്പെടുക, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, ക്രിസ്തുവിനെ കൈക്കൊള്ളുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ അടുത്തടുത്ത പടികളിൽ മുൻപോട്ട് വരിക. അങ്ങനെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.